Meet the editors. പറ്റിക്കുന്ന പരസ്യമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഡൽഹിയിൽ നിന്ന് PR സുനിലുമുണ്ട്. അത് ഞാൻ സുനിലേക്ക് തന്നെ വരികയാണ്. പറ്റിക്കുന്ന പരസ്യമാണോ സുനിൽ? ഇതിപ്പോൾ PRDയുടെ പരസ്യം, PRDയുടെ ജോലി അതാണ്, സർക്കാരിനെ പുകഴ്ത്തലാണെങ്കിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കലാണ്. പക്ഷേ അതിലപ്പുറം കടന്നിട്ടില്ല. എന്താണ് തോന്നുന്നത്? പരസ്യം പറ്റിക്കലാണോ എന്ന് ചോദിച്ചാൽ എല്ലാ പരസ്യവും ഒരു പരിധിവരെ പറ്റിക്കൽ തന്നെയാണ്. ഇതൊരു പരസ്യമാണ്, അത് പരസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് PRDയുടെ ഈ ഒരു പരസ്യം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. എല്ലാ പത്രങ്ങളും അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. കേരളത്തിലെ മനോരമ, മാതൃഭൂമി, ചന്ദ്രിക ഒഴികെയുള്ള പത്രങ്ങളാണ് ഇനി പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2024 ജനുവരി 24 തീയതി നമ്മുടെ മലയാള പത്രങ്ങളിലൊക്കെ തന്നെ ഒരു പരസ്യം വന്നു. ജെയിൻ സർവകലാശാലയുടെ പരസ്യമായിരുന്നു. ആ സർവകലാശാലയുടെ പരസ്യം ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു ആ ഒരു പരസ്യം വന്നത്. അത് ആദ്യം വാർത്തയാണെന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു. ആ വാർത്ത നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നാണ് അതിൽ വാർത്തയായിട്ട് പറഞ്ഞിരുന്നത്. അതിൽ അടിവരയിടേണ്ടത് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു സുനിൽ. നമ്മൾ ഉറപ്പായും എല്ലാവരും തെറ്റിദ്ധരിച്ചു. അതെ അതെ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരസ്യം തന്നെയായിരുന്നു അത്. പിന്നീടാണ് അത് ശ്രദ്ധിച്ച് വായിക്കുമ്പോഴാണ് അതൊരു പരസ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ആ വാർത്ത വായിക്കുമ്പോൾ ഒരു ദിവസം രാത്രി 8 മണിക്ക് ഇതാ നോട്ട് നിരോധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ ഞെട്ടൽ പോലെയാണ് ആ ഒരു വാർത്ത വായിച്ചപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിയത്. ഏതായാലും അത് പിന്നീട് വാർത്തയല്ല, അതൊരു പരസ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെ നമ്മൾ ഇന്ന് രാവിലെ പത്രങ്ങൾ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാ ലോഡ് ഷെഡിംഗ് വരാൻ പോകുന്നു, അതല്ലെങ്കിൽ KSRTC അടച്ചുപൂട്ടാൻ പോകുന്നു, 40 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ രൂപേണയുള്ള പരസ്യം വരികയാണ്. പക്ഷേ അതിൽ കൃത്യമായി PRD രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതൊരു പരസ്യമാണ്, ഇതൊരു സർഗാത്മക പരസ്യമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത പേജിൽ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുകൂടി വിശദീകരിക്കുന്നതാണ് ഈ ഒരു പരസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പരസ്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പത്രങ്ങളിൽ, അതെല്ലാ പത്രങ്ങളിലും ഇല്ല, ചില പത്രങ്ങളിൽ ഇങ്ങനെ ഒരു പരസ്യം വന്നത്. അതാണ് കേരളത്തിലെ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ സർക്കാർ പണം മുടക്കി, നികുതി പണം മുടക്കി ഇങ്ങനെ പരസ്യം കൊടുക്കാൻ പറ്റുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പരസ്യങ്ങൾ നൽകുന്നതിലെ ചട്ടം ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ എത്തിക്സുമായി ബന്ധപ്പെട്ടതാണ്. മാധ്യമങ്ങൾ എത്തിക്സ് ബലികഴിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇപ്പോൾ സർക്കാർ നികുതിപ്പണം വിനിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരസ്യം നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഏത് സർക്കാരാണ് ഇതുപോലെ പരസ്യം നൽകാത്തത്? ഇപ്പോൾ മോദി സർക്കാരിന്റെ കാര്യം പരിശോധിച്ചാൽ 2014 മുതൽ 2022 വരെ ഏതാണ്ട് 6500 കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ പരസ്യം നൽകാനായി ചെലവിട്ടത്. അതൊരു പക്ഷേ 2024 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അതൊരു പക്ഷേ 10,000 കോടിക്ക് മുകളിലേക്ക് പോകാനാണ് സാധ്യത. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങൾ നമുക്കെടുത്ത് പരിശോധിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിക്കാം. ഇപ്പോൾ കർണാടക സംസ്ഥാനത്തിനെ എടുത്തു നോക്കിയാൽ കർണാടക സർക്കാർ 80 മുതൽ 150 കോടി രൂപ വരെയാണ് ഒരു വർഷം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരസ്യം നൽകാനായി ചിലവാക്കുന്നത്. ഇനി കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള ഛത്തീസ്ഗഡ്, കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബാഗൽ സർക്കാർ ഏതാണ്ട് 50 മുതൽ 100 കോടി രൂപ വരെയാണ് ഒരു വർഷം പരസ്യം നൽകാനായി ചിലവാക്കിയിട്ടുള്ളത്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. അതുപോലെ കോൺഗ്രസ് രാജസ്ഥാനിൽ ഭരിച്ച സമയത്ത് ഏതാണ്ട് 200 കോടി രൂപ വരെയാണ് ഓരോ വർഷവും പരസ്യം നൽകാനായി ചിലവിട്ടത്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ മാർച്ച് 3 തീയതി, അതായത് 2 ദിവസം മുൻപ് കേരളത്തിലെ എല്ലാ മലയാള പത്രത്തിലും ഒരു പരസ്യം വന്നു. എന്താണ് പരസ്യം? ഫ്രണ്ട് പേജ് പരസ്യമാണ്. തെലങ്കാന സർക്കാരിന്റെ പരസ്യമായിരുന്നു. എന്താണ് ആ പരസ്യത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? തെലങ്കാനയിൽ സ്ത്രീകളെ കോടീശ്വരിമാരാക്കുന്നു എന്നതാണ് ഈ പരസ്യത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരസ്യത്തിന് അതിങ്ങനെയാണ്: 1 കോടി സ്ത്രീകളെ കോടീശ്വരികളാക്കി മാറ്റുന്ന വഴിത്താര. ഇതായിരുന്നു ഈ പരസ്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാള പത്രങ്ങളിൽ മാത്രമാണ് ഈ പരസ്യം വന്നിട്ടുള്ളത്. തെലങ്കാനയിൽ പോലും വന്നിട്ടില്ല. കേരളത്തിലെ വോട്ടർമാരാണല്ലോ തെലങ്കാന സർക്കാരിനെ, അല്ലെങ്കിൽ അവിടുത്തെ രേവന്ത് റെഡ്ഡി സർക്കാരിനെ വിജയിപ്പിക്കുന്നത് കേരളത്തിലെ മലയാളികളാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഏതായാലും കേരളത്തിൽ ഈ പരസ്യം നൽകിയത് എന്ന് പറയുന്നത് കോൺഗ്രസിന് വേണ്ടി തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരസ്യം.
ഈ പരസ്യത്തിന് വസ്തുതയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പരിശോധിച്ചാൽ വസ്തുതയുമായി എന്തെങ്കിലും ബന്ധമില്ല. കാരണം അവിടെ തെലങ്കാന സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അവരുടെ സ്വയം തൊഴിൽ പദ്ധതികളുമായി മുന്നോട്ട് പോകാനായി 10 ലക്ഷം രൂപ വരെ സർക്കാർ വായ്പ നൽകാൻ പോകുന്നു. അല്ലെങ്കിൽ വായ്പ നൽകാനായി 10 ലക്ഷം രൂപ വരെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു. അപ്പോൾ അതാണ് തെലങ്കാന സർക്കാർ കേരളത്തിൽ ഒരു പരസ്യമാക്കി എല്ലാ മലയാള പത്രങ്ങളിലും നൽകിയത്. തെലങ്കാനയിൽ 1 കോടി സ്ത്രീകളെ കോടീശ്വരിമാരാക്കാൻ പോകുന്ന പദ്ധതി ഇതാ നടപ്പാക്കി കഴിഞ്ഞു എന്ന തരത്തിൽ പരസ്യം വരുന്നത്. അപ്പോൾ ഇതിന് വസ്തുതയുമായി എന്താണ് ബന്ധം? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പോൾ പരസ്യം എല്ലാ സർക്കാരുകളും നൽകാറുണ്ട്. നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് UDF സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ചുള്ള പരസ്യം ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട്. ദേശാഭിമാനി ആ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചുള്ള പരസ്യം PRD, അന്നത്തെ PRD ദേശാഭിമാനി പത്രത്തിനും നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി പത്രത്തിൽ ആ പരസ്യം വന്നതിന് പിന്നാലെ വലിയ വിമർശനം ദേശാഭിമാനിക്കെതിരെ പാർട്ടിയിൽ നിന്ന് ശരിയാണ്. ഇവിടെ UP സർക്കാരിന്റെ പരസ്യങ്ങൾ വന്നിട്ടുണ്ട്, ഗുജറാത്ത് സർക്കാരിന്റെ പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് വിവിധ പത്രങ്ങളിൽ ഫ്രണ്ട് പേജിലൊക്കെ വരുന്ന രീതിയിൽ വലിയ പൈസ കൊടുത്തിട്ട് തന്നെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. പരസ്യം കൊടുക്കാം, സർക്കാരിന്റെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാം, സർക്കാർ നന്നായി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള വാദം ഉന്നയിക്കാമെന്ന് കഴിഞ്ഞ ദിവസം കൂടി കോടതി പറഞ്ഞിട്ടേ ഉള്ളൂ. അതല്ല നമ്മുടെ തർക്കം. PRDക്ക് മുൻ സർക്കാരിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കാമോ എന്നുള്ളതാണ്. എങ്ങനെയാണ് PRDക്ക് പ്രവർത്തിക്കാനാവുക? PRD ചട്ടങ്ങളുടെ ലംഘനമാണത്. മുൻ സർക്കാരിനെ ഇകഴ്ത്തി എന്ന് എവിടെയാണ് ഈ പരസ്യത്തിൽ പറയുന്നത്? മുൻ സർക്കാരിന്റെ കാലത്ത്, അതായത് UDF സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന പരസ്യത്തിൽ പറയുന്നുണ്ടോ? അല്ല, 10 വർഷങ്ങൾക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഒന്നാം പേജ് എന്ന് പറയുന്നത് ഭാഗികമാണ്. എന്ന്, എപ്പോൾ, ഏത് മാസം, ഏത് വർഷം എന്ന് പറയാതെ 10 വർഷം മുമ്പ് അങ്ങ് മോശമായിരുന്നു എന്ന് പറയാൻ PRD ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല സുനിൽ. അതല്ലേ നമ്മുടെ തർക്ക വിഷയം? അല്ല, കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ. ഒരു പരസ്യം കണ്ടാൽ ഉടൻ തന്നെ അതിലേക്ക് വീഴുന്ന ആളുകളല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുമല്ലോ. 10 വർഷം മുമ്പ് എന്താണ് സാഹചര്യമെന്നും ഇപ്പോഴത്തെ സാഹചര്യം PRD ഉറപ്പായും എങ്ങനെ? അല്ല, PRD ചെയ്യുന്നതിന് എന്താണ് തെറ്റ്? സർക്കാരിന്റെ നേട്ടങ്ങളല്ലേ PRD പറയുന്നത്? PRD പറയുന്നത് എന്താണ്? ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ PRD പറയുന്നതിന് എന്താണ് തെറ്റ്? ചട്ടങ്ങൾ സംബന്ധിച്ച് നിയമലംഘനം നടന്നിട്ടുണ്ടോ? PRDക്ക് അത് ചെയ്യാം. പക്ഷേ PRD ആദ്യ പേജിൽ കൊടുത്ത ഈ കോട്ടങ്ങൾ പറയാൻ PRDക്ക് ചട്ടപ്രകാരം പാടില്ല, ചെയ്തുകൂടാ, ചട്ടവിരുദ്ധമാണ്. അങ്ങനെ എവിടെയാണ് പറയുന്നത്? അങ്ങനെ ഞാൻ റൂൾ വായിച്ചു തരാം. അങ്ങനെ എവിടെയാണ് പറയുന്നത്? കേരള സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് 2021 ഇറക്കി. അതായത് 2021 പറയുമ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇറക്കിയ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് കാര്യം. അധികാരത്തിലുള്ള, ഞാൻ വായിക്കാം. അധികാരത്തിലുള്ള പാർട്ടിയുടെ പേര് പരാമർശിക്കാൻ പാടില്ല. പേര് പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെയോ പ്രവർത്തനങ്ങളെയോ നേരിട്ട് ആക്രമിക്കാൻ പാടില്ല. 3, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം, ലോഗോ, പതാക എന്നിവ ഉൾപ്പെടുത്താൻ പാടില്ല. ഇല്ല, പറഞ്ഞില്ലല്ലോ. ഇല്ല, അതന്നെയല്ലേ ഓപ്പോസിഷൻ. എവിടെയാണ് വിമർശിക്കുന്നത്? പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എവിടേക്കാണ് ഇത് എറിയുന്നത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു ക്രിയാത്മക പരസ്യമാണ്, എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറയട്ടെ, പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ, കേരളം ഇനി ഇരുട്ടിൽ എന്ന് PRDക്ക് പറയാമോ? അല്ല, കേരളം ഇനി ഇരുട്ടിൽ എന്ന് പറയുന്നത് പഴയൊരു വാർത്തയല്ലേ? അത് PRD എടുത്ത് വെച്ചു എന്നല്ലേ ഉള്ളൂ. കേരളം ഇരുട്ടിലായിരുന്നില്ലേ? 10 വർഷം മുൻപ് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നോ? 10 വർഷം മുൻപ് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ലേ? 10 വർഷം മുൻപ് കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രി, കേരളത്തിന്റെ ഗതാഗത മന്ത്രി പറഞ്ഞില്ലേ KSRTC അടച്ചുപൂട്ടാൻ പോവുകയാണെന്ന്? ഈ KSRTC ഇങ്ങനെ നടത്തുന്നതിനേക്കാൾ നല്ലത് അത് അടച്ചുപൂട്ടിക്കോളൂ എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിച്ചില്ലേ അന്നത്തെ കേരള സർക്കാർ? അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരസ്യത്തിന്റെ ഉള്ളടക്കം കുഴപ്പമുണ്ടാക്കുന്നതാണ് എന്ന് കോൺഗ്രസിന് തോന്നുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ വസ്തുതാപരമായി എന്തെങ്കിലും പിഴവുണ്ടോ ഈ വാർത്തകളിൽ? മേഡം അത് പറയണം. ഈ വാർത്തകളിൽ വസ്തുതാപരമായി എന്താണ് വസ്തുത? CPM-ന്റെ വസ്തുതയായിരിക്കില്ല കോൺഗ്രസിന്റെ വസ്തുത. ജനങ്ങൾ എടുക്കുന്ന വസ്തുത അതായിരിക്കണമെന്നില്ല.
ഇപ്പോൾ കോൺഗ്രസിന്റെ കാലത്ത് എല്ലാം മോശമായിരുന്നെന്നും കേരളം ഇനി ഇരുട്ടിലാണ് പത്ത് വർഷം മുൻപ് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ 10 വർഷം മുൻപ് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. അല്ലല്ല സുനിൽ, ലോഡ് ഷെഡിംഗ് 10 വർഷം മുൻപ് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. സുനിൽ കേൾക്കൂ, ലോഡ് ഷെഡിംഗ് കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. ലോഡ് ഷെഡിംഗുമായി ബന്ധപ്പെട്ട് പറയട്ടെ പാഠപുസ്തകം സ്കൂളുകളിൽ വൈകിയത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. നോക്കൂ സുനിൽ, ഒന്നാമത്തെ കേരളത്തിൽ KSRTC അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ ഗതാഗത മന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. ശരിയാണ് സുനിൽ, അപ്പൊ യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. പിന്നെ എന്താണ് കുഴപ്പം? PRDക്ക് രാഷ്ട്രീയ പണിയല്ല ജോലി. PRD ചെയ്തുകൂടാ. PRD എന്ന് വെച്ചാൽ സർക്കാർ എന്ന് വെച്ചാൽ തുടർച്ചയാണ്. PRDയെ സംബന്ധിച്ച് സർക്കാർ എന്ന് വെച്ചാൽ തുടർച്ചയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ മോശം, ഇടത് സർക്കാർ 10 വർഷം കൊണ്ടുള്ള നല്ല കാലം എന്ന് PRDക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ PRDക്ക് പറയാൻ ഒരു ചട്ടം അനുവദിക്കുന്നില്ല. സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നു. സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നു. 10 വർഷം മുൻപ് ഇതാണ് സ്ഥിതി എന്ന് PRD പറയുകയാണ്. സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നു. 10 വർഷം മുൻപ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി എന്ന് PRD പറഞ്ഞതിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അതങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തായാലും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു വസ്തുതയായിരുന്നോ എന്നതാണ് എന്റെ ചോദ്യം. വസ്തുത എന്നത് പ്രത്യേക കാലഘടനയിൽ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. വസ്തുതയാണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? വസ്തുത ഓരോരുത്തർക്കും ഓരോ വസ്തുതയുണ്ട്. അതെങ്ങനെയാ ഓരോരുത്തർക്കും ഓരോ വസ്തുതയാവുക? അതെങ്ങനെ ഓരോ വസ്തുതയാവുക? കുറെ ഇടപെട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു പരസ്യമാണ് വരുന്നത് എന്ന് അവർക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. അത് പരസ്യമാണ്. ഇതൊരു ക്രിയാത്മകമായ പരസ്യമാണ് എന്ന് ഉൾക്കൊള്ളാൻ എന്താണ് മടി എന്നാണ് എന്റെ ചോദ്യം. മാധ്യമങ്ങളുടെ നൽകാം, പക്ഷേ PRDക്ക് ഈ രൂപത്തിൽ കൊടുക്കാൻ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് മാത്രമാണ്. സുനിൽ പൂർത്തിയായിക്കോളൂ, നമുക്ക് അതിനുശേഷം ഇടവേളയിലേക്ക് പോകാം. അല്ല, ഇതിൽ എവിടെയാണ് നിയമലംഘനം? എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും പരിശോധിക്കപ്പെടണം. പക്ഷേ എല്ലാ സർക്കാരുകളും അത് കോൺഗ്രസ് സർക്കാരുകളായിക്കോട്ടെ, അത് BJP സർക്കാർ ആയിക്കോട്ടെ, എല്ലാ സർക്കാരുകളും ആ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ പരസ്യങ്ങളിലൂടെ സഞ്ചരിക്കാറുണ്ട്, പരസ്യങ്ങൾ നൽകാറുണ്ട്. 2 ദിവസം മുൻപ് പഞ്ചാബ് സർക്കാരിന്റെ പരസ്യം കേരളത്തിൽ. അതെ, അപ്പൊ അത് എല്ലാ സർക്കാരുകളും ചെയ്യുന്ന കാര്യമാണ്. അതിനൊരു പുതിയ മാർഗം കണ്ടെത്തി സർക്കാരിന്റെ നേട്ടങ്ങൾ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി വേണം, അല്ലെങ്കിൽ ഹൈവേ 15 വർഷം കഴിഞ്ഞാലും പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സർക്കാർ ഒരു വശത്ത്, ആ സ്ഥലത്ത് തന്നെ പറയാം ദേശീയപാത അതൊരു യാഥാർത്ഥ്യമായിരുന്നില്ലേ? അല്ല, ഇവിടെ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒരു പറയട്ടെ. അതിനുശേഷം നഷ്ടപരിഹാരം വലിയ തോതിൽ കേന്ദ്രം കൂട്ടിയില്ലേ? കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കേരള സംസ്ഥാന സർക്കാർ അല്ലല്ലോ കേരളമാണ് കൊടുത്തത്. കേരളമാണ് സ്ഥലം ഏറ്റെടുക്കുന്നു. ഇത് നോക്കൂ, എന്താണ് കേരള സർക്കാരാണ് എല്ലാ പദ്ധതികളുടെയും ദേശീയപാത കേരളത്തിൽ സാധ്യമല്ല. അങ്ങനെ ആവശ്യപ്പെട്ടാൽ 15 വർഷം കഴിഞ്ഞാലും ദേശീയപാത വികസനം പൂർത്തിയാക്കാൻ കഴിയില്ല. സർക്കാരാണ് ഇപ്പോഴത്തെ ഭരിക്കുന്ന സർക്കാരുകളും അല്ല പാർട്ടിയും മുമ്പ് പറഞ്ഞിരുന്ന വാദമാണ്. അതെന്തുകൊണ്ടാണ് കേരളത്തിന്റെ ആളുകൾ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായത്? വലിയ നഷ്ടപരിഹാരം. അതാണ് ഈ നാട്ടുകാരുടെ സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടൂല്ലോ, പണം കൊടുത്താലേ കിട്ടുള്ളൂ. ദേശീയപാതയ്ക്കുള്ള പണം ആരാ കൊടുക്കുന്നത്? അത് കേരള സർക്കാരാണ് സ്ഥലം കൊടുത്തത്. പിന്നെയും പറയാം സ്ഥലം എന്താ? ദേശീയപാത പണിയുന്ന പൈസ കേന്ദ്രം കൊടുത്തിട്ടുള്ളൂ. ദേശീയപാത സ്ഥലം ഏറ്റെടുപ്പാണ് പ്രശ്നം. 45 മീറ്റർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനേ കേന്ദ്രം പറഞ്ഞുള്ളൂ. അത് ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയില്ല എന്നും 35 മീറ്റർ സ്ഥലം മാത്രം ഏറ്റെടുത്ത് കൊടുക്കാൻ പറഞ്ഞത് പിണറായി സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരാണ്. ശരി, എന്നാൽ ഇനി അങ്ങയുടെ ഭാഗത്തിലേക്ക് അറിയാം. സുനിൽ പൂർത്തിയാക്കിയല്ലോ അല്ലേ? ഞാൻ ഇടവേളയിലേക്ക് പോയിട്ട് ബാക്കിയുള്ളവർക്ക് പോകും. അത് പറ്റിക്കുന്ന പരസ്യമാണോ? എനിക്ക് കുറച്ച് വിശദീകരിച്ച് പറയാനുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, വാർത്താ രൂപേണയുള്ള പരസ്യം നേരത്തെ
സുനിൽ സാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല മലയാള മാധ്യമങ്ങളിൽ വരുന്നത്. ഹിന്ദു പത്രത്തിലൊക്കെ ആദ്യത്തെ പേജിൽ മലയാളം ഉച്ചരിച്ച് കാണാൻ ഒരു ഭംഗിയില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. ഓക്കെ, ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം വന്നു, പലരും അത് തെറ്റിദ്ധരിച്ചു. ഇപ്പോഴും ഒരു പക്ഷേ അത് പിന്നീട് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യക്തമായിട്ടുണ്ടെങ്കിലും അന്ന് അങ്ങനെ ആലോചിച്ച് പേടിച്ച ആളുകളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ ഇത് സർക്കാരിൻ്റെ പരസ്യമാണ്, PRD പുറത്തിറക്കുന്ന പരസ്യമാണ്. ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ ഓൺ ഫണ്ടാണ്, അതൊരു പ്രൈവറ്റ് ഫണ്ടാണ്, അത് ഉപയോഗിക്കുന്നുണ്ട്. PRD ഉപയോഗിക്കുന്നത് ജനത്തിൻ്റെ നികുതിയിൽ നിന്നുള്ള പണമാണ്. സ്വാഭാവികമായും ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ബാധകമല്ലാത്ത ചില ചട്ടങ്ങളും ചില ധാർമ്മികതകളും, അത് സാറിന് മാത്രം ഉത്തരവാദിത്തം. ഓക്കെ അപ്പോൾ ഈ ചില ധാർമ്മികതകളും PRDക്ക് ബാധകമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ധാർമ്മികത മാത്രമല്ല, ചട്ടങ്ങളും ധാർമ്മികതയും രണ്ടും ബാധകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പോസ്റ്റ് വായിക്കാം. ആ പോസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ആരുടേതാണ് എന്ന് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. അത് മനസ്സിലാക്കാൻ കഴിയും, അത് ആരുടേതാണ് എന്ന് പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 2-3 ദിവസം മുമ്പുള്ള ഒരു പോസ്റ്റാണ്. പോസ്റ്റിന്റെ വരികൾ ഇങ്ങനെയാണ്: കേരളത്തിലെ പത്രവായനക്കാർ ഞെട്ടേണ്ട. ആയിക്കട്ടെ, ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ കുറെ ജാക്കറ്റ് പരസ്യങ്ങൾ വരും. കാർഡ് റേറ്റ് ഇട്ട് പണം കൈമാറുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തെലങ്കാന കോൺഗ്രസ് വക. ഞാൻ ഒരു ലൈൻ കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് PRD വക എന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ജാക്കറ്റ് റേറ്റ് ഇത്രയും വലുതാണ് എന്ന് ഇത്രയും കാലം മാധ്യമപ്രവർത്തനം നടത്തിയിട്ട് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ വിവരത്തിന് ഞാൻ നന്ദിയും പറയുന്നു. മനോരമയുടെ ജാക്കറ്റ് റേറ്റ് 2.13 crore, മാതൃഭൂമിയുടേത് 1.5 crore ആണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഇരുണ്ട കാലം ക്യാമ്പയിനിൻ്റെ അംബാസിഡർ എന്ന് പറയുന്നത്. അതിൻ്റെ സർക്കാർ പതിപ്പായിട്ടാണ്, അതിൻ്റെ ആശയത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു സർക്കാർ പരസ്യമായിട്ടാണ് ഇന്ന് എനിക്ക് ഈ പത്രങ്ങളുടെ, ദേശാഭിമാനി അടക്കം മാധ്യമമടക്കം പത്രങ്ങളുടെയൊക്കെ ഫ്രണ്ട് പേജും സെക്കൻഡ് ഫ്രണ്ട് പേജും കാണാൻ കഴിഞ്ഞത് എന്നുള്ളിടത്താണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മനുഷ്യരുടെ സ്വാഭാവിക യുക്തിയെ വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്കതിലെ രാഷ്ട്രീയം കാണാൻ കഴിയുന്നത്. ഇപ്പോൾ LDF നടത്താം കേട്ടോ, LDF നടത്തണം. PRD നടത്തുമ്പോഴാണ് സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ചോദ്യങ്ങളെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ രാജഭരണം പിന്നിട്ടിട്ട് കുറച്ചേറെ കാലമായി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്വകാര്യ സംരംഭങ്ങൾക്ക് ബാധകമല്ലാത്ത ചട്ടങ്ങളും നിയമങ്ങളും PRDക്ക് ബാധകമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് സർക്കാരിൻ്റെ പണത്തിൽ പ്രവർത്തിക്കുന്ന, ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്ന് പറ്റുന്ന ഉദ്യോഗസ്ഥരടക്കം പ്രവർത്തിക്കുന്ന ഒരിടമായതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പത്രധർമ്മം കാറ്റിൽ പറത്തി ഈ നോട്ടിന് വിട എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കുറച്ചു കാലം മുൻപ് പ്രസിദ്ധീകരിക്കാതിരുന്ന ഒരു പത്രത്തിന്റെ ധാർമ്മികതയെക്കുറിച്ച് കൂടി ഞാൻ ആലോചിക്കുകയാണ്. ആ പത്രം ഇന്ന് ഫ്രണ്ട് പേജിലും സെക്കൻഡ് ഫ്രണ്ട് പേജിലും പത്രത്തിന്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള വേദനകളും ഹൃദയഭാരവും ഇല്ലാതെ ഇത് പ്രസിദ്ധീകരിച്ചത് കാണുമ്പോൾ കാലാനുസൃതമായി പുരോഗമിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള സന്തോഷവും കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. ഇനി പരസ്യങ്ങളിൽ ദേശാഭിമാനി. ഓക്കെ, ഇനി പരസ്യത്തിൽ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ പ്രത്യേകിച്ച് വാർത്തകളിൽ പോലും പറയുന്നത് യാഥാർത്ഥ്യമല്ല എന്ന് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള വലിയ അവകാശവാദം വന്നു. പിന്നീട് കേന്ദ്രമന്ത്രി ഇവിടെ വന്ന സമയത്ത് അങ്ങനെ ഒരു റാങ്കിങ്ങേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ BARCO എന്നോ മറ്റോ ഒരു പ്രത്യേക മാനദണ്ഡം വന്നിരുന്നു. P. രാജീവ് ദേശാഭിമാനി പത്രത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ലേഖനത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ വരി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് തന്നെയായിരുന്നു. മറ്റേതോ ഒരു മാനദണ്ഡത്തിൽ ഏതോ ഒരു കാറ്റഗറിയിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വാർത്തകളിൽ തന്നെ ഈ പറയുന്നത് പോലെയുള്ള യാഥാർത്ഥ്യത്തോട് മാറി നിൽക്കുന്ന സമീപനമുണ്ട് എങ്കിൽ പരസ്യത്തിൽ അതുണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഇനി PRD ഉദ്യോഗസ്ഥർ, ഞാൻ കുറച്ചു മുമ്പ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത സന്ധ്യ വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് കാണുന്നുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് PRD ഉദ്യോഗസ്ഥനായ S. ജീവൻകുമാർ പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ യുദ്ധം നടത്തിയ ഒരു പേജിന് വേണ്ടി, അതായത് ആദ്യത്തെ കനകോല് പൊട്ടിച്ച നമ്മുടെ ആ പേജിന് പകരം നമ്മൾ വേറൊരു പേജ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് പരമാവധി ഷെയർ ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒക്കെയുള്ള അവകാശവാദവും ആഹ്വാനവും ഒക്കെയായി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരാണ്.
അവർ ഈ സൈബർ പോരാട്ടത്തിന് ഇറങ്ങാനും അതുവഴി രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും ബാധ്യതയുള്ള ആളുകളാണോ എന്ന് എനിക്കറിയില്ല. മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് എന്നറിയുന്ന സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കുന്നത് ഇൻവെർട്ടഡ് കോമയിലാണ് കേട്ടോ. അതായത് ഈ കുപ്പിയും കോഴിക്കാലും എന്നതിനൊക്കെ പറയുന്നത് നമുക്ക് ലൈവായിട്ട് ഉദാഹരണം കിട്ടുന്നത് വലിയ കാര്യമല്ലേ? പ്രതിപക്ഷത്തിന്റെ കുപ്പിയും കോഴിക്കാലും എന്നാണല്ലോ സാധാരണഗതിയിൽ പറയുന്നത്. 10 വർഷം അപ്പുറത്തിരിക്കുന്ന ഭരണത്തിൽ നിന്ന് പുറത്തിരിക്കുന്ന കുപ്പിയും കോഴിക്കാലിനേക്കാൾ കുറച്ചുകൂടി വലിയ കുപ്പിയും കുറച്ചുകൂടി നല്ല കോഴിക്കാലും ഒരു പക്ഷെ കിട്ടുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഈ പരസ്യങ്ങളിൽ പറയുന്നതിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടി ഞാൻ പറയട്ടെ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ ഇതേ ജീവനക്കാരോട് പെൻഷൻ വാങ്ങില്ല എന്നൊക്കെയുള്ളത് ഭീഷണിയാണ്. സർക്കാർ ജീവനക്കാർ ചട്ടവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അതിനെതിരെ നിൽക്കാം, അത് ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ കോടതിയിൽ പോകാം. അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാം. എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായി ജീവനക്കാരെ നേരിട്ട് കളയാം എന്ന് പറയുന്നതിൽ തികഞ്ഞ രാഷ്ട്രീയതയുണ്ട്. അത് പറയുന്നത് കേരളത്തിന് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരിക്കുമ്പോൾ അത് അങ്ങനെ പാടില്ല എന്ന് തന്നെയാണ്. ഈ ധാർമ്മികത PRDക്ക് മാത്രം ബാധകമായ ഒന്നല്ല, അത് രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ബാധകമായ ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയല്ല അതിനെ നേരിടേണ്ടത്. നോക്കൂ, ഇപ്പം സർക്കാരിന്റെ വീഴ്ചകളെ കുറിച്ച് പ്രതിപക്ഷത്തിന് നാളെ പത്രത്തിൽ പരസ്യം കൊടുക്കാം. ഈ പത്രങ്ങളൊക്കെ അങ്ങനെ വരുമാനം ഉണ്ടാക്കട്ടെ, മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ വരുമാനം ഉണ്ടാകട്ടെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പരസ്യം കൊടുക്കാം. ആ രീതിയിലാണ് അതിനെ നേരിടേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പെൻഷൻ വാങ്ങില്ല എന്നൊക്കെ പറയുന്ന നേരത്തെ പറഞ്ഞ രാജഭരണം ഇല്ല എന്ന ബോധ്യം പ്രതിപക്ഷത്തിനും നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതാവിരുദ്ധതയുണ്ടോ എന്ന് നേരത്തെ ചോദിച്ചല്ലോ. അതിലൊരു വാർത്ത പെൻഷൻ മുടങ്ങിയിട്ട് 18 മാസം എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ നിയമസഭാ രേഖയുണ്ട് പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. ഈ 18 മാസം പെൻഷൻ മുടങ്ങിയിട്ടില്ല സംസ്ഥാനത്ത് ഞാൻ പറയുന്നില്ല കേട്ടോ. 5 മാസം പെൻഷൻ മുടങ്ങിയ അനുഭവം ഈ സർക്കാരിന്റെ കാലത്തുമുണ്ട്. കുടിശ്ശിക തീർത്തു കൊടുത്ത് നിൽക്കുന്നു ഈ ടെന്യൂർ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്നുള്ളതാണ് സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട അഭിമാനകരമായ ഒരു നേട്ടം. എൻ്റെ കയ്യിൽ 26/4/2017 മറുപടി നൽകേണ്ട ഒരു നിയമസഭാ രേഖയുണ്ട്. അത് ഈ സർക്കാരിനോട് ചോദിച്ചതാണ്. ഈ സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരം തിരിച്ച് അറിയിക്കാമോ? അതിന്റെ ഉത്തരം ഡോക്ടർ TM തോമസ് ഐസക് ധനകാര്യ വകുപ്പും കയറും വകുപ്പ് മന്ത്രി പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്. ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ അങ്ങനെയുള്ള കുടിശ്ശികയുണ്ടായിരുന്നു. 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ വിതരണം ചെയ്തു വരെ ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. ഇനി എനിക്ക് വളരെ ഡയറക്റ്റായി ചോദിക്കാനുള്ളൊരു കാര്യം, 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 2014 ജനുവരി നവംബർ മാസം കൂട്ടാം, ഡിസംബർ മാസം കൂട്ടാം, തൊട്ടടുത്ത മാസം ജനുവരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 3 മാസമാണേ. അപ്പോൾ ഈ 18 മാസത്തെ കണക്ക് പിന്നെ എങ്ങനെ വരുന്നു എന്നതറിയേണ്ടതുണ്ട്. പക്ഷേ നവംബർ മാസം കുടിശ്ശികയുണ്ടായിരുന്നു. പിന്നീട് ആ കുടിശ്ശിക കുറേയേറെ കൊടുത്തു തീർക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ കുടിശ്ശികയെ വന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ പത്രത്തിന്റെ ഹെഡ്ലൈൻ വന്നിരിക്കുന്നത് 18 മാസത്തെ കുടിശ്ശിക എന്നാണ്. 18 ഞാൻ ഈ പത്രത്തിൽ വന്നിരിക്കുന്ന പരസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ പത്രത്തിൽ വന്നിരിക്കുന്ന ഈ വാർത്തയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങ് പറഞ്ഞത് കേട്ടു. ഞാനിപ്പോൾ തൽക്കാലം അത് എടുക്കുന്നില്ല. എൻ്റെ കയ്യിൽ രേഖയുണ്ട്, ഞാൻ വായിക്കുകയും ചെയ്യും. ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ അതായത് നവംബർ മുതൽ ജനുവരി വരെ 3 മാസം എന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ ആ 3 മാസമാണ്. 18 മാസം കുടിശ്ശിക വന്നിട്ടുള്ളത് ഓരോ മാസങ്ങളായി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. അത് കുടിശ്ശിക തീർത്തു പോയിട്ടുണ്ട്. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് പൂർണ്ണമായും കുടിശ്ശിക തീർത്തിട്ടുണ്ടായിരുന്നില്ല UDF സർക്കാർ. അത് പിന്നീട് ഈ സർക്കാർ വന്നപ്പോഴാണ് ആ കുടിശ്ശിക തീർത്തത്. അത് പക്ഷേ പിന്നീട് 1 വർഷം കൂടി എടുത്തു. അത് സ്വാഭാവികമായും പറയാൻ കഴിയുന്ന, വളരെ അഭിമാനത്തോടു കൂടി LDF സർക്കാരിന് പറയാൻ കഴിയുന്ന ഒരു കാലമാണ് UDF സർക്കാരിന്റെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഞങ്ങളാണ് പിന്നീട് നീട്ടിയെന്ന്. വസ്തുതാപരമാണ്. അത് പിന്നീട് 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് കുടിശ്ശിക തീർക്കുകയും ചെയ്തത്. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പകുതി വെന്ത വാർത്തകൾ കൂടി ഇതിനകത്തുണ്ട് എന്ന് പറയുകയായിരുന്നു. എവിടെ നിന്ന് തുടങ്ങി എവിടെ നിൽക്കുന്നു എന്ന് പറയണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ദേശീയപാതയുമായി ബന്ധപ്പെട്ട ശരിയാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓഫീസ് പൂട്ടി ഇവിടുന്ന് ദേശീയപാത അതോറിറ്റി പോയി. തിരികെ വന്നത് നമ്മുടെ പണം കൊടുത്തിട്ടാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു സംസ്ഥാനത്തിനും ആ ഗതികേട് ഉണ്ടായിട്ടില്ല. പിന്നീട് നമ്മളത് നിരന്തരം പറയുകയും ഇനി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് അത്തരത്തിൽ വേണ്ടതില്ല എന്ന് ഉപരിതല വകുപ്പ് മന്ത്രി, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകുകയും ചെയ്തു. ശരിയാണ്, കേരളം ഇന്ന് കാണുന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ട അഭിമാനാർഹമായ നിലപാട് LDF സർക്കാരിന് എടുത്തു പറയാൻ കഴിയും. പക്ഷേ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് വലിയ
ഭരണ നേട്ടമായി. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു, അധികാരത്തിലേറി ആദ്യം പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ ഇവിടെ കേരളത്തിലൊന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു, ഇത് നടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞു, നടത്തിയിട്ട് പോയി, പ്രധാനമന്ത്രി അതിൽ കൃത്യമായി നിലപാടെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അധികാരത്തിലേറി ആദ്യം പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോഴാണ് ഇവിടെ ഇത് നടക്കാതിരുന്നതിന്റെ പേരിൽ കൃത്യമായ ഉത്തരവാദിത്തം CPM കൂടി അർഹതപ്പെട്ടതാണ്. ഭൂമിക്കടിയിലെ വാതക ബോംബ് എന്നായിരുന്നു ഹെഡ്ലൈൻ. 2011 ഒക്ടോബർ മാസത്തിൽ 7 ദിവസം ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഇനി പരസ്യം കൊടുത്ത ദേശാഭിമാനിയില്ലേ, 7 ദിവസം ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രി P. രാജീവ് അതിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം, എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, കേൾക്കണോ? നമ്മള് പലതവണ അദ്ദേഹം നിഷേധിക്കുകയും എന്നോട് നിഷേധിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം എന്നാണ്. പക്ഷേ വേണമെങ്കിൽ ഇത് കേൾക്കാവുന്നതാണ്. ആ പ്രതിഷേധം അങ്ങനെ ആയിരുന്നില്ല. അതിൻ്റെ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അന്ന് ദേശാഭിമാനിയുടെ ദേശാഭിമാനിയുടെ അല്ല, CPMന്റെ വിവിധ കമ്മിറ്റികൾ ആ പ്രതിഷേധത്തിൽ പങ്കാളികളായിരുന്നു. ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ലോ ഇത് പറഞ്ഞു കഴിയട്ടെ, അതൊന്നും പറയത്തില്ല. വൺ സൈഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങ് ആരോപണം ഉന്നയിക്കുന്നത് എങ്കിൽ അത് ന്യായമാണ്. കാരണം ഞാൻ ദേശീയവാദിയുടെ കാര്യം പറഞ്ഞു, CPMനെ ദേശീയപാതയുടെ കാര്യം പറഞ്ഞു LDF സർക്കാരിനെ അനുമോദിക്കുന്ന അങ്ങ് കേട്ടോ? അല്ല, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു കാര്യം പൈപ്പ് ലൈൻ പദ്ധതിയുടെ കാര്യത്തില് അങ്ങ് അതിലാണ് ഒബ്ജക്ട് ചെയ്തത്. ഞാൻ അതിലൊരു കാര്യം പറയാം. അങ്ങ് അതിലാണ് ഒബ്ജക്ട് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞു തീർത്തില്ലല്ലോ. പറഞ്ഞു തീർക്കട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞപ്പം അങ്ങോട്ട് ഞാൻ ചോട്ടെ പറയട്ടെ. വാചകമൂർത്തിയായിട്ടാണ് ചോദിച്ചത്. വാചകമൂർത്തിയായിട്ടാണ് പറയൂ. ഞാൻ കേൾക്കാൻ തയ്യാറാണ് അങ്ങോട്ട്, പറയൂ. അല്ല, ഞാൻ പറഞ്ഞത്, മാധു പറഞ്ഞത് വളരെ കൃത്യമാണ്. നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പിണറായി വിജയൻ ആദ്യമായി കണ്ടപ്പോൾ മോദി ചോദിച്ചതാണ്, നിങ്ങളുടെ കേരളത്തിൽ ഒരു വികസനവും നടപ്പാക്കാൻ പറ്റില്ലല്ലോ, ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ എന്നാണ്. ഇനി നമ്മൾ തമ്മിൽ നേരിൽ കാണുമ്പോൾ വീണ്ടും ഇനി അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ല, ഈ പദ്ധതി നടപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ആ പദ്ധതി നടപ്പാക്കി. അതൊരു നേട്ടമല്ലേ? നേട്ടമാണ്. അതിന് മുൻപുള്ള കാലത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമാണ്. അവിടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നോക്കൂ, ഒരു സർക്കാരിന്റെ ഇടപെടലാണ് ഒരു പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ ഒടി പിടിച്ചിട്ടുണ്ടാവുമെന്ന്. ഇവിടെ കമ്പ്യൂട്ടർ വരുന്ന നോക്ക്, കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഇപ്പോ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഓരോ കാലഘട്ടത്തിലും ഓരോ സമര രീതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞു വന്നത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മുഴുവൻ സമയവും നിങ്ങൾ ഇതുപോലെ തർക്കിച്ച് അജണ്ടയല്ല. അത് അജണ്ടയല്ല. മാധു പറഞ്ഞ രണ്ട് കാര്യത്തിനകത്ത് ഒരു കാര്യം പറയാം. അല്ല, ഈ പറഞ്ഞതിന്റെ അകത്ത് വസ്തുത ഇടോ നോക്കണ്ടേനെ. പറഞ്ഞതിന്റെ അകത്ത് ഈ നാഷണൽ ഹൈവേയുടെ കാര്യവും ഈ പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിന്റെ അകത്ത് എന്തുകൊണ്ട് സമരം നടന്നില്ല അല്ലെങ്കിൽ നടന്നു എന്നുള്ളതിന് എന്താ മാധുവിന്റെ ഒരു സംവിധാനം? നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞില്ല, അഭിമാനാർഹമായ നേട്ടം. അല്ല, അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് സമരം നടന്നു എന്നുള്ളത് പറയാം. നാഷണൽ ഹൈവേയിൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാ അതിന് ആവശ്യമായ പണം കിട്ടിയില്ല. അത് ആരുടെ കുറ്റ? സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിന്റെ അടക്കം കുറ്റമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കുറ്റമാണല്ലോ. വേറൊരു പ്രശ്നം അറിയാമോ? കേരളം ഈ പാവയ്ക്ക മുറിച്ചതുപോലെ നീളത്തിൽ കിടക്കുന്നു. പാവയ്ക്ക മുറിച്ച സ്ഥലത്ത് കൂടെ തന്നെയാണ് ഇപ്പൊ രാഷ്ട്രീയ വന്നത്. അതായത് അവിടെ ഈ പറയുന്ന ജനസാന്ദ്രത കൂടുതലാണ്. ജനസാന്ദ്രത കൂടുതലൊക്കെ ശരി. ഞാൻ അത് പറഞ്ഞു, എന്തുകൊണ്ട് സമരം നടന്നു? അവർക്ക് ആവശ്യമായ പണം നൽകുന്നില്ല. ആണ് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ നടക്കുന്നത്. പണം കൊടുക്കണമെന്നേ, ജനങ്ങളോട് പറ്റിച്ച് വാങ്ങാൻ കൊള്ളയടിക്കാമെന്ന് വിചാരിക്കരുത്. പണം കൊടുക്കണമേ. രാജീവിന്റെ കാര്യത്തിൽ, മന്ത്രി രാജീവിന്റെ കാര്യത്തിൽ ഞാൻ പറയാം, അലമുണ്ടാക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇത് ക്ലാരിറ്റിയോടുകൂടി ചോദിക്കുന്ന കേന്ദ്രമാണ് കേരള സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു വന്നപ്പോഴാണ് ഇടപെട്ടത്. മന്ത്രി P. രാജീവ് പറഞ്ഞത് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ
പണം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടാണ് അന്ന് സമരം നടന്നത് എന്നാണ് മന്ത്രി പി രാജീവിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് സമരം നടക്കുന്ന സമയത്ത് ആ സമരത്തിന്റെ പല കാര്യങ്ങളും പറയുന്നുണ്ടാവാം. പക്ഷെ യഥാർത്ഥ കാര്യം എന്താണ്? യഥാർത്ഥ കാര്യം ഒരു സർക്കാരിന്റെ ഭാഗത്ത് ഒരു പ്രൊജക്ട് നടത്തുന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള മര്യാദ, ന്യായമായ നഷ്ടപരിഹാരം മര്യാദ ഇല്ലാതെ പറയാൻ കഴിയാത്തതിന്റെ പേരിൽ പറയുന്ന ന്യായം മാത്രമാണ്. ഇല്ല, ഞാനിത് പൂർത്തിയാക്കി നിർത്തുള്ളൂ. ഞാൻ ദേശാഭിമാനിയുടെ ഹെഡ്ലൈൻ വായിച്ച് കേൾപ്പിക്കാം. ജീവന് ഭീഷണി ഉയർത്തുന്ന വാതക പൈപ്പ് ലൈൻ, ജനവാസ മേഖലകളെ ഒഴിവാക്കണം, ഗെയിൽ ഓഫീസ് മാർച്ചും ധർണയും എന്നുള്ളതാണ് ഈ പറയുന്ന ഹെഡ്ലൈൻ. ആ ബാനർ പിടിച്ചു നിൽക്കുന്ന പി രാജീവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്ഥലം ഏറ്റെടുപ്പിന് കൃത്യമായ പണം കിട്ടിയില്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത് പലതായിരിക്കും. അതായത് വാതക ബോംബ്, ഭൂമിക്കടിയിലെ വാതക ബോംബ് എന്നായിരുന്നു അന്നത്തെ ക്യാപ്ഷൻ. അത് വിഴുങ്ങി, ആ വാതക ബോംബ് എടുത്ത് വിഴുങ്ങി. എന്നിട്ട് പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. തൊട്ടടുത്ത വർഷങ്ങളിൽ അതിൽ നിന്ന് CPM പിന്നോട്ട് പോയി എന്ന്, ആ സമരങ്ങളിൽ നിന്ന് CPM പിന്നോട്ട് പോയി എന്നാണ് എന്റെ ബോധ്യം. തിരിച്ചുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ആവശ്യമായ പണം കിട്ടിയെന്നേ ജനങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യമല്ല. ഞാൻ വാതക ബോംബിനെ കുറിച്ചാണ് പറഞ്ഞത്. വാതക ബോംബ് എന്നായിരുന്നു ക്യാപ്ഷൻ. ഞാൻ തലക്കെട്ട് വായിച്ച് കേൾപ്പിച്ചല്ലോ. ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാർ കേരളത്തിലുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ പറ്റുന്ന പ്രൊജക്ടുകളാണ് മാധു ഇതെല്ലാം. ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യത്തെ നാട്ടുകാരിൽ ഭീതിയുണ്ടാക്കി സമര പരമ്പരകൾ നടത്തി ഇവിടെയുള്ള മുഴുവൻ ഈ പറയുന്ന ഗ്യാങ്ങിനെയും ഇളക്കിവിട്ട് സാമൂഹ്യ വിരുദ്ധ സംഘടനകളെ ഇളക്കിവിട്ട് കൊടി അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമരവും നടത്തില്ല. ഈ പറഞ്ഞ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് എന്താ ഹൈവേ നടക്കാതെ പോയെ? ഹൈവേയുടെ കാര്യം അല്ല ഇവിടെ നടന്നല്ലോ. ആ സമരം അവിടെ നടന്നല്ലോ. നാഷണൽ ഹൈവേയുടെ ഞാൻ പിന്തുണച്ചു. മാധുവിന്റെ കാര്യമല്ല, ഞാൻ മാധുവിന്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അറിയോ, നിങ്ങൾ ഗെയിൽ പൈപ്പ് സമരവും ഹൈവേയുടെ സമരവും നടന്നിട്ടുണ്ട്. ഇല്ലാതാരും പറഞ്ഞില്ല. മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുന്ന ധാർമ്മികമായ അടിത്തറയുണ്ടാകും. പിന്നെ വിമർശിക്കുന്നവർക്ക് പിന്തുണയ്ക്കാനും ഉണ്ടാകും. സ്തുതി പാടൽ മാത്രമാണ് ഈ പരിപാടി എങ്കിൽ നടക്കില്ല. ഞാനതിനില്ല. അല്ല, സ്തുതി പാടലല്ല മാധു പറയുന്നുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. രണ്ട് സമരം നടത്തും. നിങ്ങൾ ഒരു സമരത്തെ മാത്രം എടുത്തു കാണിക്കാൻ നിൽക്കരുത്. രണ്ട് സമരം, നാഷണൽ ഹൈവേയുടെ സമരം നടത്തും. അത് പറയാൻ പറ്റില്ല. ഇവിടെ ഭൂമിക്ക് വില കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങൾ. സർക്കാർ വേണ്ടേ ഇവിടെ? അതെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ദേശീയപാത ഇവിടെ യാഥാർത്ഥ്യമായതിൽ LDF സർക്കാരിന് അഭിമാനകരമായ റോളുണ്ട്. അത് ഞാൻ ഏത് വേദിയിലും പറയാൻ തയ്യാറാണ്. ഗെയിലുമായി ബന്ധപ്പെട്ട് അഭിമാനാർഹമായ നേട്ടമുണ്ട് നടപ്പിലാക്കിയതിൽ. പക്ഷേ അതിനു മുൻപ് ഉണ്ടായിരുന്ന സർക്കാരിനെ ആ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കാതെ സമരങ്ങൾ നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേരും CPM എന്ന് തന്നെയാണ്. പിന്നെ ഇനി CPMന്റെ സംസ്ഥാന നേതൃത്വം അതിനെ അംഗീകരിച്ചതിന് ശേഷം പാർട്ടി ഘടകങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പോലും സമരം നടത്തിയിട്ടുണ്ട്. കാണുന്നു, പാർട്ടി ഘടകങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ വിരുദ്ധമായിട്ട് പോലും സമരം നടത്തിയിട്ടുണ്ട്. ഗെയിൽ സമരം ഞാൻ പ്രാദേശികമായി നടക്കുന്ന സമരം സർക്കാർ നിലപാടാണ്. അങ്ങേക്ക് എന്താ മനസ്സിലാവാത്തത്? ആദ്യം CPM സംസ്ഥാന നേതൃത്വം തന്നെ ഈ പറയുന്ന സമരത്തിന് നേതൃത്വം നൽകി. പി രാജീവ് അതിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിച്ചു. അതിൽ നിന്ന് പിന്നെ ഒപ്പം നിന്നു. പൂർത്തിയാക്കിയോ? ശരി, ഇത്രേ ഉള്ളൂ. ഈ ഞാൻ പറഞ്ഞ പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ഞാൻ പറഞ്ഞല്ലോ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ശരിയാണ്, ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ശരിയാണ്. പക്ഷെ സമരം നടത്തിയതിൽ ഉണ്ടായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. ശരി, ഇനി ഞാൻ എൻ്റെ വാദം കൂടി പറയാം. അതായത് പറ്റിക്കുന്ന പരസ്യം എന്ന് ചോദിച്ചാൽ പറ്റിക്കുന്ന പരസ്യം തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുത്തുകൊണ്ട് വാർത്ത രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പേജിലേക്ക് എത്തുന്ന രീതി കുറേ കാലമായി പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെയുണ്ട്. ആ പരസ്യത്തിൻ്റെ റേറ്റ് അനുസരിച്ചാണ് വലിയ പരസ്യങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ. അത് ഈ പറഞ്ഞ UP സർക്കാരും നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഗുജറാത്ത് സർക്കാരും തെലങ്കാന സർക്കാരും കേരളത്തിൽ പരസ്യം കൊടുക്കുന്നത്. കേരളത്തിൽ പരസ്യം കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. തെലങ്കാന സർക്കാർ ഇവിടെ പരസ്യം കൊടുക്കുന്നതും ഒരു രാഷ്ട്രീയമാണ്. ഞാൻ പറയട്ടെ, തുടങ്ങിയിട്ടേ ഉള്ളൂന്നേ, പറയട്ടെ, പരസ്യം കൊടുക്കുന്നത് രാഷ്ട്രീയമാണ്. പരസ്യം രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാമെന്നേ, എന്താ
തെറ്റ്? രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടിയല്ല PRD. കേരളത്തിൽ മാത്രമേ പരസ്യം PRD അല്ല. തെലങ്കാന ഗവൺമെന്റ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഇതെന്താണ് എന്നെ സംസാരിക്കാൻ പാർട്ടി ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല, തെലങ്കാന സർക്കാർ തെലങ്കാനയിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുള്ള പരസ്യം കേരളത്തിൽ ശരിയല്ല. ശരിയല്ല. പറയട്ടെ. ഞാൻ പറയാണ്, സർക്കാരിന് പരസ്യം കൊടുക്കാൻ പാടില്ല. നേരത്തെ സുനിൽ പറയുമ്പോൾ ഞാനതാ പറഞ്ഞത്, സർക്കാരിന് പരസ്യം കൊടുക്കാം, അത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കൊടുക്കുന്നത് തെറ്റില്ല. PRD എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. മുഖ്യമന്ത്രിക്ക് കീഴിലാണ് PRD ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് തുടർച്ചയാണ്. PRD സംവിധാനത്തെ സംബന്ധിച്ച സർക്കാർ എന്നത് തുടർച്ചയാണ്. അത് പിണറായി സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ എന്ന രീതിയിൽ പ്രവർത്തിക്കാവുന്ന സംവിധാനമല്ല PRD. അത് ചട്ടത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. PRD ഡയറക്ടറുടെ യഥാർത്ഥത്തിൽ ഇന്ന് സർവീസ് ചട്ടം ലംഘിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സർവീസ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് PRD ഡയറക്ടർ പ്രവർത്തിച്ചിരിക്കുന്നത്. PRD ഡയറക്ടർക്ക് പെൻഷൻ കൊടുക്കില്ല എന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണം രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത് അത് രാഷ്ട്രീയ പ്രതികരണമായി കണ്ടതാണ്. അത് രാഷ്ട്രീയമായി അവർക്ക് പറയാം. ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, ഞാൻ ചട്ടലംഘനത്തെക്കുറിച്ചാണ് പറയുന്നത്. നിയമപരമായും ധാർമ്മികമായും ചട്ടം ലംഘിച്ചിരിക്കുന്നു PRD ഡയറക്ടർ എന്നുള്ളതാണ്. ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസിന്റെ DPRന്റെ ചുമതല എന്താണ്? എല്ലാ പബ്ലിക് വാർത്തകളും, പൊതുവായി വരുന്ന എല്ലാ വാർത്തകളും സ്ക്രൂട്ടനൈസ് ചെയ്ത് അതത് വകുപ്പുകളെ അത് അറിയിക്കുക എന്നാണ് PRD ഡയറക്ടറെ ഒരു ജോലി. രണ്ടാമത്തെ ജോലി പറയുന്ന പോലെ സർക്കാരിന്റെ നല്ല ഡിസിഷൻ, സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാം. അത് PRDക്ക് ചെയ്യാമെന്നേ. പക്ഷേ ആദ്യത്തെ പേജിൽ കേരളം ഇരുട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം ട്രഷറി കാലി എന്ന് പറയുന്ന പണിയെടുക്കാനുള്ള സംവിധാനമല്ല PRD. അത് PRDക്ക് ചെയ്തുകൂടാ. ഇരുണ്ട കാലത്തിന്റെ തുടർച്ച, ഇരുണ്ട കാലം എന്ന CPMന്റെ വെബ്സൈറ്റിലെ കാര്യങ്ങളുടെ തുടർച്ച ഏർപ്പെടുത്താവുന്ന സംവിധാനമല്ല PRD. ഇവിടെ സർക്കാർ ജീവനക്കാർ സർക്കാരിനെ വിമർശിക്കുമ്പോൾ എന്താണ് സംഭവിക്കാറ്? സർക്കാരിനെ വിമർശിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, സ്ഥലം മാറ്റം, നടപടി എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് സർക്കാരിന് വേണ്ടി ഇങ്ങനെ വാദിക്കാൻ PRD സംവിധാനത്തിൽ പ്രവർത്തിക്കാനാവുക? ചട്ടലംഘനമാണ്. അത് ഏതൊക്കെ ചട്ടലംഘനം? ഈ പറയുന്ന PRDയുടെ ചട്ടലംഘനം, PRD എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൽ ചട്ടലംഘനമുണ്ട്. അതുകൂടാതെ കോടതി വിധിയുടെ ലംഘനമുണ്ട്. അത് ഞാൻ വായിക്കാം. കോടതിയിൽ 2015 മെയ് 13 കോമൺ കോസസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ വിധിയിൽ പറയുന്നത് പരസ്യങ്ങൾ പൊതു താല്പര്യത്തിനും സർക്കാർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും മാത്രമായിരിക്കണം. രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കണം. ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ നേരിട്ട് പിന്തുണയ്ക്കാൻ പാടില്ല. ഒപ്പം പ്രതിപക്ഷത്തിനെതിരെ വിമർശനം പാടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പരാമർശിക്കാൻ പാടില്ല. വളരെ വ്യക്തമായിട്ടാണ് വിധി. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വ്യക്തിക്കോ പാർട്ടിക്കോ ജനപിന്തുണ ലഭിക്കാൻ ലക്ഷ്യമിട്ടാകരുത് സർക്കാർ പരസ്യം. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ വെബ്സൈറ്റുകളുടെ അഡ്രസ് പരാമർശിക്കാൻ പാടില്ല. ഏതെങ്കിലും പാർട്ടിയുടെ ചിഹ്നങ്ങളോ കൊടിയോ ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും ആണ് 2015 മെയ് 13 ഈ കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ വിധിയിൽ പറയുന്നത്. PRD ചട്ടം ഞാൻ നേരത്തെയും വായിച്ചു, ഞാൻ ഡിബേറ്റിലും വായിച്ചതാണ്. കേരള സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് 2021 അതായത് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പുറത്തിറക്കിയ മാനദണ്ഡങ്ങളിൽ പറയുന്നു ഇങ്ങനെ ചെയ്തുകൂടാ എന്ന്. ഡിസ്പ്ലേ മെറ്റീരിയൽ മസ്റ്റ് ബി പ്രസന്റഡ് ഇൻ ഒബ്ജക്റ്റീവ് ലാംഗ്വേജ് ആൻഡ് ബി ഫ്രീ ഓഫ് പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് ഓർ പാർട്ടിസാൻ സ്റ്റാൻഡ് പോയിന്റ്. അതായത് ഇരുണ്ട കാലം എന്ന് പറയാൻ ഒരു അധികാരവുമില്ല. ഡിസ്പ്ലേ മെറ്റീരിയൽ മസ്റ്റ് ബി presented in objective language and be free of political argument or partisan standpoint എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? Government advertising shall maintain political neutrality and avoid glorification of political personalities and projecting a positive impression of the party in power or a negative impression of parties critical of the government. പ്രതിപക്ഷ പാർട്ടി വിമർശിക്കാൻ PRDക്ക് ഒരു തരത്തിലും ചട്ടം അംഗീകാരം നൽകുന്നില്ല. BNS ചട്ടങ്ങളുടെയും ലംഘനമാണ് കേട്ടോ. അപ്പോൾ അപ്പൊ ഈ തെലങ്കാനയിൽ ചെയ്യാം. നോക്കൂ, സർക്കാരിനെ പുകഴ്ത്താം. രാഷ്ട്രീയ കാര്യത്തിൽ കേരളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് മേഡം വായിച്ച സമാധാനം വെച്ചിട്ട് തെലങ്കാന PRDക്ക് കേരളത്തിൽ അത് ഉപയോഗിക്കാം. അവരുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ഇതൊരു പരസ്യമാണ് എന്ന് ഉൾക്കൊള്ളാൻ പ്രതിപക്ഷത്തിന് കഴിയുമെങ്കിൽ ജനങ്ങളെ പറ്റിക്കലാണ്. പക്ഷെ പ്രതിപക്ഷം അവരുടെ മഞ്ഞവരയിൽ വളരെ കുനുകുനെ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ ഇതാണ്. 10 വർഷങ്ങൾ മുമ്പ് കേരളം ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ പറയുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങൾ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്.
ഇത് പരസ്യമാണെന്ന് പറയുന്നില്ല. വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. ഇങ്ങനെ പ്രതീകാത്മക പരസ്യം നൽകാൻ പരസ്യമാണെന്ന് ചട്ടം സർക്കാർ അനുവദിക്കുന്നില്ല. കൃത്യമായി പറയുന്നുണ്ടല്ലോ. CPM-ന് കൊടുക്കാം, സർക്കാർ PRD പരസ്യമാണെന്ന് പറയുന്നുണ്ടല്ലോ. PRD പരസ്യമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊരു സർഗാത്മക പരസ്യ പേജാണെന്ന് കൃത്യമായി PRD പറയുന്നുണ്ടല്ലോ. നേരെ നടന്ന യുദ്ധത്തിൽ ആയിരങ്ങൾ മരിച്ച വാർത്ത 3-ാമത്തെ പേജിലേക്ക് മാറ്റിക്കൊണ്ട് അങ്ങനെങ്കിലേ അങ്ങനെ ധാർമ്മികത ഈ സ്വകാര്യ സംവിധാനത്തിന്റെ കാര്യത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ, ജെയിൻ യൂണിവേഴ്സിറ്റി പരസ്യത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ, അത് ധാർമ്മിക ഉയർത്തി കുറിച്ചു ഞങ്ങൾ മാത്രമാണ് ഈ പരസ്യം കൊടുക്കാത്തതെന്നാണ് അന്ന് പൂർത്തിയാക്കട്ടെ. എന്റെ പോയിന്റ് ഞാൻ പൂർത്തിയാക്കട്ടെ സുനിൽ. കേരളത്തിൽ വെളിച്ച വിപ്ലവം എന്ന പേജ് എന്താണ് 1-ാം പേജിൽ കൊടുക്കാഞ്ഞത്? എന്താ വെളിച്ച വിപ്ലവം 2-ാമത്തെ പേജിലേക്ക് വരുമല്ലോ? വെളിച്ച വിപ്ലവം 2-ാമത്തെ പേജിൽ വന്നിട്ട് ആദ്യം ഇരുട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ചെയ്യാൻ അത് PRDക്ക് ചെയ്യാൻ പറ്റില്ല. അത് CPM ചെയ്യാൻ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. നേരത്തെ PRDയിലെ ഒരു ഉദ്യോഗസ്ഥൻ വളരെ വളരെ പരസ്യമായി പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ചാറ്റ് നടത്തിയതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അയാൾക്ക് നടപടിയുണ്ട്. ഈ KSB അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഈ സാധനം എടുത്ത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന ഇത് എപ്പോഴും CPM പറഞ്ഞിരിക്കുന്ന വാദമാണ്. അതായത് ഒരു വാചകം പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. സുനിൽ പ്ലീസ് പരസ്യമായി പറയണേ. പരസ്യത്തെ വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല പരസ്യം പറയാം. അത് PRD പറയരുത്. ഒരു മിനിറ്റ് സർക്കാരിന്റെ വാദങ്ങളൊക്കെ നിങ്ങൾ നന്നായി പറഞ്ഞോളൂ. ഈ PRD പരസ്യം പോലെ അങ്ങ് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇത് ഈ രൂപത്തിൽ പത്രപരസ്യമായി 1-ാം പേജിൽ കൊടുക്കാൻ PRDക്ക് ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. അത് ഏത് കാലത്തായാലും. ഇതിന് മുമ്പ് 10 വർഷത്തിന് മുമ്പേ കോട്ടങ്ങൾ പറയാൻ PRDക്ക് അധികാരമില്ല. സർക്കാർ എന്നാൽ ഒരു തുടർച്ചയാണ്. അത് ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ എന്ന രൂപത്തിലല്ല PRDയെ സംബന്ധിച്ച്. സർക്കാർ എന്ന തുടർച്ചയാണ്. ആ തുടർച്ചയിൽ 10 വർഷം മുമ്പ് മോശമായതെന്ന് പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾ പുകഴ്ത്തി പറയട്ടെ. മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന ഇന്ന് മുതൽ ലോഡ് ഷെഡിംഗ് എന്നുള്ള വിവരങ്ങളടക്കം കേരളം ഇരുട്ടിലായിരുന്ന 10 വർഷം എന്ന അടക്കം 5 വർഷം എന്നുള്ള അടക്കം പറഞ്ഞുകൊണ്ടൊരു ലേഖനം എഴുതി ഒരു എഡിറ്റോറിയൽ ഫ്രണ്ട് പേജ് കൊടുക്കായിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ പേരിൽ ലേഖനമായിട്ട് കൊടുക്കാമായിരുന്നല്ലോ. അപ്പൊ ഇതെന്തിനാണ് PRD കൊണ്ട് ചെയ്യിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു അധികാരമില്ല. നിങ്ങൾക്കെല്ലാം ആകാമെന്നുള്ള ധാർഷ്ട്യം പോയി കേസ് കൊടുക്കുക എന്നാണ് പറയുന്നത്. കേസ് കൊടുത്ത് 2 കേസുകൾ, അതായത് സന്ദേശത്തിന്റെ കേസും സർവേയുടെ കേസും ഒക്കെ തോറ്റല്ലോ, ഇത് തോക്കുമല്ലോ എന്നാണ് പറയുന്നത്. തെലങ്കാനയുടെ കഥ കൂടെ പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. തെലങ്കാന അതിന് മുന്നത്തെ 5 വർഷങ്ങൾ മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് വരാൻ അങ്ങനെ പറയാൻ പറ്റില്ല. മറ്റ് 5 വർഷം മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ തെലങ്കാന? അങ്ങനെയെങ്കിൽ അത് പറയൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് തെലങ്കാന സർക്കാർ കേരളത്തിൽ മലയാളത്തിൽ പരസ്യം കൊടുക്കുന്നത്? നടാടിയല്ല സർക്കാർ, നടാടിയല്ല. ഒരു ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി ഭരിക്കുന്ന സർക്കാർ 3 പ്രാവശ്യം കാർഡ് റേറ്റിൽ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മതി. 3 പ്രാവശ്യം എങ്ങനെ ചെയ്യാൻ? 5 മിനിറ്റ് മുന്നേ വായിച്ചത് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു PRD വകുപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയ കാര്യമല്ല തെലങ്കാന സർക്കാർ ചെയ്യുന്നത് കേരളത്തിൽ, അല്ലേ? അപ്പൊ ഈ പറയുന്ന PRDക്ക് തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയ്ക്ക് പാർട്ടിക്ക് കേരളത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ അത് വേറൊരു നിയമവും, ഇത് കേരളത്തിലെ PRDക്ക് വേറൊരു നിയമമുണ്ടോ? PRDയുടെ ജോലി എന്താണ് ഞാൻ മലയാളത്തിൽ അത് പറയാം. സർക്കാരിന്റെ നേട്ടം എന്റെ കാര്യം പറയാമോ? പറയാൻ ഇവിടെ അധികാരമില്ല. എന്റെ കാര്യം പറഞ്ഞു തുടങ്ങാവോ? പറഞ്ഞു തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞു തുടങ്ങാണേ. അല്ല, ഞാൻ പറയട്ടെ. പറ്റിക്കലാണ് പറ്റിക്കലാണെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിയമപരമായും എന്റെ പോയിന്റ് ഇതാണ്, നിയമപരമായും ധാർമ്മികമായും രാഷ്ട്രീയമായും തെറ്റാണ് ഈ പരസ്യം. ശരി, ഞാൻ എന്റെ കാര്യം പറയാം. ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ അധികാരത്തിൽ വരുന്ന സർക്കാരിൻ്റെ കയ്യിൽ എന്തൊക്കെയാണോ കിട്ടിയത് അവിടെ തുടങ്ങിയിട്ടാണ് അതിൻ്റെ എൻഡ് വരെ കാര്യങ്ങൾ നീക്കുക. ആ സമയത്ത് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്
എന്ന് തുടങ്ങി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ കേരളത്തിലെ PWD വകുപ്പ് എങ്ങനെയാണ്, എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ കേരളത്തിലെ ഇലക്ട്രിസിറ്റി വകുപ്പ് എങ്ങനെയാണ്, എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ കേരളത്തിലെ KSRTC വകുപ്പ് എങ്ങനെയാണ്, കേരളത്തിലെ പിന്നെന്താണ് ഹൈവേയുടെ അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ കുടിശ്ശിക എത്രയുണ്ട്, പെൻഷൻ എത്ര മുടങ്ങിയിട്ടുണ്ട് എന്ന് തുടങ്ങുന്നതാണ് കേരള സർക്കാരിൻ്റെ PRD പരസ്യങ്ങളുടെ തുടക്കം. ഞാനൊരു മിനിറ്റ് പറഞ്ഞ് അവസാനിക്ക് തുടങ്ങാം. കേരള സർക്കാർ 2011 തുടങ്ങി 2016 വരെ എത്ര പരസ്യം ചെയ്തു എന്ന് ആദ്യം മനസ്സിലാക്കുക. 2011-12 എന്ന് പറഞ്ഞാൽ 11-12 UDF ഭരണകാലത്ത് 36 കോടി ഒരു വർഷം. അതേ ഒന്നാം വർഷമാണ് ഞാൻ പറയുന്നത്. അതേ സമയത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാമത്തെ വർഷം 16 കോടി എന്ന് പറഞ്ഞാൽ UDF സർക്കാരിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ആദ്യത്തെ വർഷം 36 കോടി സ്പെൻഡ് ചെയ്യുന്നു. പിണറായി സർക്കാർ വന്നിട്ട് ഒന്നാമത്തെ 16 കോടി സ്പെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ വർഷം 2012 24 കോടി UDF സർക്കാർ, 20 കോടി LDF സർക്കാർ. മൂന്നാമത്തെ വർഷം 24 കോടി UDF സർക്കാർ, 22 കോടി LDF സർക്കാർ. നാലാമത്തെ വർഷം 29 കോടി UDF സർക്കാർ, 17 കോടി LDF സർക്കാർ. അഞ്ചാമത്തെ വർഷം 41 കോടി ആര് UDF സർക്കാർ, വെറും 42 കോടി UDF സർക്കാർ. എന്താ കാര്യം? ഈ 2016 UDF സർക്കാർ പരസ്യം ചെയ്തതിൻ്റെ പണം കൊടുത്താരാന്നറിയോ? 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ 41 കോടി കൊടുത്തു തീർത്താരാ ഈ പറഞ്ഞ പിണറായി വിജയൻ സർക്കാർ. 158 കോടി രൂപയുടെ പരസ്യമാണ് ആദ്യത്തെ 5 വർഷം 2011 തുടങ്ങി 16 വരെ UDF സർക്കാർ കൊടുത്തത്. അതേ സ്ഥലത്ത് LDF സർക്കാർ കൊടുത്തത് 118 കോടി രൂപയുടെ പരസ്യമാണ്. എന്ന് പറഞ്ഞാൽ 40 കോടി രൂപ കുറവ് ഒരു പിണറായി വിജയൻ സർക്കാർ. ഇത് കാലത്തിൻ്റെതായ മാറ്റങ്ങളുണ്ട്, പണത്തിൻ്റെതായ മാറ്റങ്ങളുണ്ട്, വില കൂടുന്നുണ്ട്. ഇതൊക്കെ കുറച്ചിട്ടും 40 കോടി രൂപയുടെ കുറച്ച് പരസ്യമാണ് ആര് കൊടുത്തത്? UDF സർക്കാർ കൊടുത്തത്. ഞാൻ ഇനി പറഞ്ഞു തരാം. അല്ല, അത് പറഞ്ഞുതരാം, അതിലേക്ക് വരട്ടെ. നിങ്ങൾ പറഞ്ഞു ഞാൻ ഇടപെട്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ബഹളം ഉണ്ടാക്കിയതാണല്ലോ. ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ ദേശാഭിമാനിയുടെ പരസ്യമാണ്. ഈ ദേശാഭിമാനിയുടെ പരസ്യത്തിൻ്റെ അകത്ത് പൂട്ടലിന്റെ വക്കീൽ KSRTC. ഇത് സത്യം അല്ലെങ്കിൽ അല്ലാന്ന് പറ. സത്യമാണോ മിഥ്യയാണോ? KSRTC വക്കീൽ പൂട്ടൽ എന്ന് പറയുന്നത് ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു ഞങ്ങൾ പൂട്ടേണ്ട അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. ആ KSRTC ഇന്ന് ലാഭത്തിന്റെ ചിറകിലേറി പോവാണ്. ലാഭത്തിന്റെ പ്രോഫിറ്റ്. അത് നല്ല ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രിയുണ്ട്, ഒരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ടാണ്. എന്താ എങ്ങനെ ലാഭത്തിലൊക്കെ നന്നായി വകുപ്പ് നടത്തി. പണി നടത്താനറിയണം. ഞാൻ നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. അല്ല, തിരക്കൂട്ടല്ലേ? നിങ്ങൾ അങ്ങനെ പറയില്ല, തിരക്കൂട്ടല്ലേ? ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് എന്താ എത്ര പ്രശ്നം? രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത, 40 സ്കൂളുകൾ 40% സ്കൂളുകൾ പൂട്ടാൻ പോയി. 40%. അവിടെ നിന്ന് എത്രയാണെന്നറിയോ? 111 പുതിയ സ്കൂളുകൾ വന്നു. 40% സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ പൂട്ടാൻ പോയ സമയത്ത് ഒരു സ്കൂൾ പോലും പൂട്ടാതെ പിന്നെയും 111 സ്കൂളുകൾ വന്നു. എന്തുകൊണ്ടാണ്? കാരണം ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് വന്നുകൊണ്ടാണ്. അടുത്ത കാര്യം, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ലോഡ് ഷെഡിങ്. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ, രാവിലെ അരമണിക്കൂർ, രാത്രി അരമണിക്കൂർ, 1 മണിക്കൂർ ലോഡ് ഷെഡിങ്, 200 മിനിറ്റ്. 1 മിനിറ്റ് ടെൻഷൻ. നിങ്ങൾ സമയം ആവശ്യം എടുത്തല്ലോ. ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലോ. അത് ഞാൻ പറഞ്ഞോട്ടെ. അത് പറഞ്ഞോട്ടെ. നാട്ടുകാരെ പറ്റിക്കൽ. നാട്ടുകാരെ പറ്റിക്കുന്നതിനെ കുറിച്ച് പറയാതെ ഈ തലക്കെട്ടുകൾ വസ്തുതാവിരുദ്ധമാണ് എന്നതിനപ്പുറത്തേക്ക് മാത്രം പറയുക എന്നല്ലോ, പോസിറ്റീവ് കാര്യങ്ങളെ പറയുക എന്നതുകൂടിയുണ്ട്. ഒരു മിനിറ്റ് സുനിൽ, എന്താണ് ഈ പാര് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ബഹളം ഉണ്ടാക്കണ്ട? ഒരു മിനിറ്റ്. കേരളത്തിൽ 1 മണിക്കൂർ ലോഡ് ഷെഡിങ് ഉണ്ടായി. ഒരു ലടിക്ക് 200 കേട്ടപ്പോഴത്തെ പറഞ്ഞാൽ 200 യൂണിറ്റിന് മേലെ വൈദ്യുതി ഉപയോഗിക്കാൻ പാടില്ല എന്ന് എല്ലാ വീടുകളിലും പോയി പറഞ്ഞു. 200 യൂണിറ്റിന് മേലെ. കഴിഞ്ഞ 10 ഒരു മിനിറ്റ് ആയിക്കോട്ടെ, ശരിയാണെന്ന് ഞാൻ ശരിയാണെന്നല്ലാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, വേണ്ട, ഞാൻ സപ്പോർട്ട് ചെയ്യണ്ട. ആ സപ്പോർട്ട് വേണ്ട. അപ്പോൾ 18 മാസം കുടിശ്ശിക മുടങ്ങി എന്നുള്ളതാണല്ലോ അത് വലിയ പ്രശ്നമായിട്ട് പറഞ്ഞത്. 18 മാസം അല്ലാന്നേ, 34,000 കോടി 34,000 കോടി കുറച്ച് പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തു നിർത്തത് പിണറായി വിജയൻ സർക്കാരാണ്. ആണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് മാധു പറയണ്ട, എനിക്കറിയാം.
ഇനി എന്തുകൊണ്ട് നിങ്ങൾ എന്നെ തിരക്കൂട്ട് പറഞ്ഞു തീർക്കട്ടെ എന്ന് അതിലേക്ക് അത് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയാം. ഇനി PRDയിലേക്ക് തിരിച്ചു വരാം. എന്താണ് PRD ചെയ്തത്? അല്ല, 1 മിനിറ്റ് പറഞ്ഞു വരട്ടെ. 18 മാസം ഉണ്ടെന്ന്. നിങ്ങൾ ഒരു പെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര പെൻഷൻ? ഒരു നിയമസഭയിൽ ഒരേ ഒരു പെൻഷൻ ഒരേ ഒരു പെൻഷനെ കുറിച്ചുള്ള നിയമസഭയിലെ ചോദ്യം ആണോ? ആണ്. നിരവധി പെൻഷൻ ഉണ്ട്. പെൻഷൻ കൃത്യമായി വേർതിരിച്ച് പറയാനാണ് നിയമസഭ. ഉണ്ടോ? ഉത്തരവുണ്ടോ? ഒന്ന് വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ ഇങ്ങനെ എണ്ണമിട്ട് പറയുന്നുണ്ട്. നിയമസഭാ രേഖയാണ്. അതാണ് പറയുന്നത്. അതിനകത്ത് 18 മാസം പെൻഷൻ ഉണ്ടെങ്കിൽ 18 മാസം കൊടുക്കണമെന്നേ. 34,000 കോടി കൊടുക്കാനുണ്ട്. സമ്മതിച്ചാൽ മതി. 34,000 കോടി കൊടുക്കാനുണ്ടോ? കേരളത്തിലെ സമയത്ത് 16 ലക്ഷമായിരുന്നു പെൻഷന്റെ. ഒരു മാസത്തെ പെൻഷൻ എത്രയാ? അല്ല, ആയിക്കോട്ടെ മാധു, ഒരു മാസത്തെ പെൻഷൻ തുക എത്രയാ? ഒരു മാസം അല്ല, ഒരു മാസം മൊത്തം സർക്കാർ കൊടുക്കുന്ന പെൻഷൻ എത്ര എമൗണ്ടാ വേണ്ടേ? 980 കോടി. 1000 കോടി ഇത് കൂട്ടിക്കോ. ഒരു മിനിറ്റ്. 34,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര വരും? എത്ര മാസത്തെ ഉണ്ടാവും? നിങ്ങൾ ക്ഷേമ പെൻഷൻ വേണമെങ്കിൽ ക്ഷേമ പെൻഷൻ ഒരു വർഷം കൊടുക്കണമെങ്കിൽ 18,000 കോടിയാണ് വേണ്ടത്. ചിട്ടി റോബോട്ട് അതാണ് ചിട്ടി റോബോട്ട് അല്ല, അതിനൊരു കണക്കാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചിട്ടി റോബോട്ടല്ല ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആകാശത്ത് നിന്ന് കണക്കിട്ടാക്കി കാര്യമില്ല. 34,000 കൊടുക്കാൻ 34,000 നിയമസഭാ രേഖ ആകാശത്തെ അല്ല, ആകാശത്തെ കണക്കല്ല മാധു. 34,000 കോടി രൂപ കൊടുക്കാനുണ്ട്. അത് സമ്മതിച്ചാൽ മതി. 34,000 കോടി UDF സർക്കാർ പെൻഷൻ കൊടുക്കാതെ വന്നിട്ട് LDF സർക്കാരാണ് കൊടുത്തു തീർത്തത്. ഞാൻ പറഞ്ഞല്ലോ. അതെ, ഈ പറയുന്ന കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച കണക്ക്, ഈ പറയുന്ന കോൺഗ്രസ് ഉണ്ടാക്കിയ 286 മാസത്തെ DA അരിയർ ഏകദേശം 40,000 കോടി വരും. അത് അടുത്ത സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. വരുന്ന സർക്കാർ കൊടുക്കേണ്ടി വരട്ടെ. സർക്കാരായിരിക്കും. അത് അടുത്ത സർക്കാരിനെ കുറിച്ചല്ല, കടന്നുപോയതിനെ കുറിച്ചാണ്. പിണറായി സർക്കാരാണ് വരുന്നെങ്കിൽ അത് അവരാണല്ലോ കൊടുക്കുക. അടുത്ത സർക്കാർ അല്ല, അടുത്ത സർക്കാർ പിണറായി വിജയൻ സർക്കാരാണ്. പിണറായി വിജയൻ സർക്കാർ കൊടുത്തോളൂ. അങ്ങനെ ഏത് എന്താണ് അടുത്ത സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അടുത്ത സർക്കാർ അത് സർക്കാർ അടുത്ത സർക്കാർ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത സർക്കാർ ആരാ? അടുത്ത സർക്കാർ ആരാ? അടുത്ത സർക്കാർ ആരാ? അടുത്ത സർക്കാർ ആരാ? ആരാ പറ? അത് UDF എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല. അത് പിണറായി വിജയൻ സർക്കാരാണ് വരുന്നെങ്കിൽ പിണറായി സർക്കാർ കൊടുത്തോളൂ. അല്ലെങ്കിൽ കടമുണ്ട്. കടം വാങ്ങി വെച്ച ക്ഷേമ പദ്ധതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു മാസം ഇതുവരെ ഒരു ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ടില്ല. അല്ല, ഓണം വന്നപ്പോഴും വിഷു വന്നപ്പോഴൊക്കെ 3 മാസം 4 മാസം ഒരു മിനിറ്റ്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വലിയ വീരവാദം മുഴക്കിയല്ലോ. അല്ല, വാർത്ത ഞാൻ വായിക്കാം. കേരളത്തിന്റെ ദേശീയപാത വികസനമുള്ള ഭൂമി ഏറ്റെടുക്കുന്നുള്ള മുഴുവൻ തുകയും കേന്ദ്രം വഹിക്കുമെന്ന് സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധി മുഴുവൻ വായിക്കാൻ ശ്രമിക്കണം. ഇടയ്ക്ക് ബഹളം വയ്ക്കരുത്. KV തോമസുമായുള്ള കൂടിക്കാഴ്ചയിൽ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിൽ കേരളത്തിന്റെ വിഹിതമായി 25% ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് പരിഗണിച്ചാണ് തീരുമാനം. ഓക്കെ, ദേശീയപാത വികസനം സംബന്ധിച്ച തുടർ ചർച്ചകൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി VP ജോയുമായി ഗഡ്കരി നടത്തും. അത് പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഒരു മിനിറ്റ്. കേരളത്തിന്റെ കാര്യത്തിൽ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു മിനിറ്റ് കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞേക്കോ. NH66 പോലുള്ള പ്രധാന പദ്ധതികളിൽ സംസ്ഥാനം ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ 25% വഹിക്കുന്നത്. ഇതുവരെ കേരളം ഏകദേശം 5,500 6,000 കോടി രൂപ. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ. ശരി, നല്ല കാര്യം. കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. മൊത്തം ഭൂമി ചെലവ് ഉയർന്നതിനാൽ കേരളത്തിന്റെ ഭൂമി വില കൂടുതലാണ്. ഈ നിബന്ധന പറയട്ടെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന മേഡം പറയേണ്ട കാര്യമില്ല. സർക്കാർ അതായത് പക്ഷെ ആ കാര്യത്തിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 6,000 കോടി കേരളം പ്രാഥമികമായി ചെലവാക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് പിന്നീട് റീഇംബേഴ്സ് ചെയ്ത് തരാം എന്ന് കേന്ദ്രത്തിന് പറയാനുള്ള അത്ര ഔദാര്യങ്ങളും തന്നല്ലോ. അത് വലിയ കാര്യം. നിങ്ങൾ എന്തിനാ ഈ ഞാൻ പറഞ്ഞ
മാധു ഒരു കാര്യം മനസ്സിലാക്കണം അറിയോ, ഈ ഒരു കാര്യം വസ്തുതപരമായി പറയുന്ന സമയത്ത് ഇടതുപക്ഷമാണ് അതിന് മറുപടി മുഴുവൻ ഞാൻ പറഞ്ഞോളന്നുള്ള ശൈലി നിങ്ങൾ എടുക്കാൻ പാടില്ല. ഞാനെന്താ പറയുന്നത് ഒരു ജനപക്ഷ സർക്കാർ അവരുടെ കയ്യിൽ കിട്ടിയ സർക്കാരിനെ എങ്ങനെ വൃത്തിയായി ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കാര്യം ജനങ്ങളെ ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയും, ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, ദേശാഭിമാനിനെ വലിയ കാര്യത്തെ നിങ്ങൾ കുറ്റം പറയുകയും ചെയ്തു. ഞാൻ ദേശാഭിമാനിയെ ന്യായീകരിക്കല്ല, ഞാനൊരു കാര്യം പറയാം. ആ ജെയിൻ ഒരു മിനിറ്റ് മാധു, ആ ദേശാഭിമാനി പത്രത്തിൻ്റെ അകത്തോ മനോരമയിലോ മാതൃഭൂമിയിലോ ജെയിൻ യൂണിവേഴ്സിറ്റി കൊടുത്ത പരസ്യത്തിനകത്ത് യഥാർത്ഥ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടായിരുന്നോ? ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കിയത് അവർ കാണിച്ചത്. ഒരു മിനിറ്റ് പറയാൻ സമ്മതിക്കുന്നില്ലെന്ന്. ഒരു മിനിറ്റ് പറയട്ടെ. ഞാൻ പറയാം, അതിന്റെ അടിയിൽ കുനുവിനാണ് എഴുതിയ ഞാനിത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറയുന്നതാണ്, ഈ പരസ്യം നിങ്ങൾ കാണൂ. എന്താണ് ഈ പരസ്യത്തിന്റെ അകത്ത് 2 പേജാണുള്ളത്. ഈ പരസ്യത്തിനെ 1 പേജായിട്ട് കാണാൻ പാടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ പരസ്യം 2 പേജാണ്. ഈ പരസ്യത്തിന്റെ 1-ാം പേജിലുള്ള കാര്യം സർക്കാരിന്റെ കയ്യിൽ PRD വകുപ്പിന്റെ, സ്മൃതിപേടം നേരത്തെ പറഞ്ഞല്ലോ, PRD വകുപ്പിന്റെ ജോലി എന്ന് പറയുന്നത് ഈ സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ ഊന്നിപ്പറയലാണ്. ആണല്ലോ, നിങ്ങൾ സമ്മതിച്ചോളൂ. ഈ സർക്കാരിന്റെ, ഒരു മിനിറ്റ് വേണം, ഈ സർക്കാരിന്റെ കാര്യങ്ങൾ ഊന്നി പറയണമെങ്കിൽ ആ ഊന്നി പറയുന്നതിന് മുൻപ് ഈ സർക്കാർ എന്തായിരുന്നു എന്ന് ആദ്യം പറയണം. ഒരു മിനിറ്റ് പറയട്ടെ എന്ന്. ഒരു മിനിറ്റ്, ഈ കേസ് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്കത് വിഷമമില്ലാതെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ പരസ്യത്തെ 2 പേജായിട്ട് കാണുമ്പോൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, 1-ാമത്തെ പേജിൽ ഈ പറയുന്ന സർക്കാരിന്റെ കയ്യിൽ കിട്ടിയപ്പോഴുള്ള അവസ്ഥയും 2-ാമത്തെ പേജിൽ 10 വർഷം പൂർത്തിയായ സർക്കാരിന്റെ കാര്യങ്ങളും ആ ഒരു സർക്കാരാണെന്ന് ഈ പറയുന്ന 2 സർക്കാരല്ല, ഒരു സർക്കാരാണെങ്കിൽ ഈ പറയുന്ന 1-ാമത്തെ സർക്കാരിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞോളൂ. ഒരു മിനിറ്റ്, എന്റെ വാദം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞോളൂ. എന്റെ വാദം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞോളൂ. എന്താണെന്നറിയോ, കേരളത്തിലെ സർക്കാർ പരസ്യങ്ങൾ ചെയ്യുന്നതിനകത്ത് PRD വകുപ്പ്, കേരളത്തിലല്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും സർക്കാർ പരസ്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. ഇല്ലാന്ന് നിങ്ങൾ പറയും, ഞാനും പറയുന്നുണ്ട്. പക്ഷേ എന്താണ്, തെലങ്കാന സർക്കാർ കേരളത്തിൽ കഴിഞ്ഞ 26-ാം തീയതി, ഒരു മിനിറ്റ്, 26-ാം തീയതി, 28-ാം തീയതി, 3-ാം തീയതി 3 പരസ്യം കൊടുത്തു. കാർ റേറ്റ് എത്രയാണെന്നറിയോ? മനോരമയ്ക്ക് 2,13 ലക്ഷം, മാതൃഭൂമിക്ക് 1.5 കോടി. എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് മേഡം, മനോരമയ്ക്ക് മാത്രം കൊടുത്തത് 6.5 കോടി. മാതൃഭൂമിക്ക് കൊടുത്ത എത്രയാ 4.5 കോടി. 4.5 കോടി 2. എന്തിനാ തെലങ്കാന സർക്കാർ മലയാളത്തിലൊരു പരസ്യം, എന്നിട്ട് അതിനെ BRS പറഞ്ഞെന്തറിയോ? 1000, BRS എന്ന് പറഞ്ഞാൽ തെലങ്കാനയിലെ പ്രതിപക്ഷ പാർട്ടിയായ BRS പറയാണ് 1000 കോടി രൂപ ജനങ്ങളെ പറ്റിച്ചിട്ട്, ജനങ്ങളെ പിഴിഞ്ഞിട്ട്, ജനങ്ങളുടെ പണം എടുത്ത് കേരളത്തിൽ ഇലക്ഷൻ വർക്ക് നടത്തുക എന്ന് പറഞ്ഞാലറിയോ? തെലങ്കാനയിലെ പ്രതിപക്ഷ പാർട്ടിയായ BRS ആണ്. എന്നിട്ടാണ് ഈ കോൺഗ്രസ് വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്നത്. 2-ാമത്തെ കാര്യം എന്താ അറിയോ? 2-ാമത്തെ കാര്യം, ഒരു മിനിറ്റ് വേണം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അവർ പറഞ്ഞ കാര്യം എന്താ അറിയോ? അത് അവിടെ പറയാൻ പറ്റില്ല, അതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഒരു മിനിറ്റ് നുണ പറയും. ഒരു മിനിറ്റ്, ഈ നുണ പ്രചരിപ്പിക്കുകയാണ് തെലങ്കാന സർക്കാർ, കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ കേരളത്തിലെ ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടി നുണ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് എന്താ അറിയോ? ഒരു മിനിറ്റ്, ശരിയില്ല, ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. തെലങ്കാനയിലെ സർക്കാരാണ്, കഴിഞ്ഞിട്ടില്ല. എന്തറിയോ, കേരളത്തിലെ CPM ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ അറിയോ, കേരളത്തിലെ CPM ഒരു പ്രൊഫഷണൽ PR സംവിധാനമായി മാറിയിട്ടുള്ളൂ. CPM-നെ കുറിച്ച്, സർക്കാരിനെ കുറിച്ചല്ല. CPM പ്രൊഫഷണലായി മാറിയിട്ടുണ്ട്. സർക്കാർ എന്താണ് താരതമ്യം ചെയ്യുന്നത്? 2016 തുടങ്ങി 2016 വരെ, 2011 തുടങ്ങി 2016 വരെ, 2011 തുടങ്ങി 2016 വരെയുള്ള കാലം കേരളത്തിലെ ഇരുണ്ട കാലമാണെന്ന് പറയുന്നത്. കേരളത്തിൽ, ഒരു മിനിറ്റ്, ആന്നല്ല ആണ്, കേരളത്തിലെ CPM ആണ്. ഒരു മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ആ ഇരുണ്ട കാലത്തെ കംപ്ലീറ്റ് ചെയ്തിട്ട്
പറഞ്ഞു. എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ കേരളത്തിലെ സി പി എം കേരളത്തിലെ ഭരണപക്ഷം അല്ലെങ്കിൽ ഭരണം ഭരിക്കുന്ന പാർട്ടിയെ സി പി എം പറയുന്നത് എന്താ അറിയോ? കേരളത്തിൽ 11 തുടങ്ങി 16 വരെ ഇരുണ്ട കാലമാണ്. ആ ഇരുണ്ട കാലത്തെ എല്ലാ കാര്യങ്ങളും എടുത്ത് പുറത്തിടും. ആ പുറത്തിട്ടതിനകത്ത് പ്രധാനപ്പെട്ട നടന്ന പദ്ധതികൾ മാത്രമാണ് ഈ സർക്കാർ ഇതിനകത്ത്. ഒരു മിനിറ്റ് സ്മൃതി വേണം, തിരക്ക് കൂട്ടണ്ടെന്ന് ഞാൻ സമ്മതിക്കാതെ. നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ, നിങ്ങൾ അതിന് ഉള്ളിൽ കയറി വെടിവെക്കണ്ട. അപ്പൊ എന്താണ് സംഭവം? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇരുണ്ട കാലം കേരളത്തിലുണ്ടായിരുന്നു. പുസ്തകങ്ങൾ കിട്ടാത്ത, ഇരുട്ടിൽ കുത്തിയിരുന്ന, ഏത് പവർ കട്ടിന്റെ സമയത്ത് റോഡില്ലാത്ത, ടാറിയാത്ത, ഏത് പെൻഷൻ കൊടുക്കാത്ത ഒരു സർക്കാർ കേരളത്തിൽ 11 തുടങ്ങി 16 വരെ ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം പറയുന്നത്, ഈ എന്താ സർക്കാർ പദ്ധതികൾ പറയുന്നത് മാത്രമാണോ പ്രശ്നം? സർക്കാർ ഇത് ചെയ്തു എന്ന് പറഞ്ഞ പ്രശ്നമാണ്, സർക്കാർ അത് ചെയ്തു എന്ന് പറഞ്ഞ പ്രശ്നമാണ്, സർക്കാർ പാലം പണിതു എന്ന് പറഞ്ഞ പ്രശ്നമാണ്, സർക്കാർ വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പ്രശ്നമാണ്. കേരളത്തിലെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ട് കല്ല് മാത്രം ഇട്ട സർക്കാർ, ഏത് പ്രതിപക്ഷ പാർട്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കല്ല് മാത്രം ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യോ സർക്കാർ ഇതെന്തോ ചെയ്യുന്നത്. ഏത് ഭരണം കയ്യിലില്ല, പിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് KCCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞെന്തറിയോ? KCCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞെന്താ അറിയോ? ഈ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, എന്താ അറിയോ? ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഈ പൈസ ഇല്ല എന്നാ പറഞ്ഞത്. ഒരു മിനിറ്റ്, ആ ഭരണമില്ല, അങ്ങനെയല്ല, ഒരു മിനിറ്റ്, ഭരണമില്ല എന്ന് പറഞ്ഞാൽ തെലങ്കാന സർക്കാർ കേരളത്തിൽ കോടികൾ ഒഴുക്കുന്നു. എനിക്കൊരു ചോദ്യം, ഒരു ചോദ്യമില്ല, മ്യൂട്ട് ചെയ്തു. ഒറ്റ മിനിറ്റ് ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. ദേശീയപാത പൊങ്ങച്ച പറയുമ്പോൾ 2025 മെയ് 22-ാം തീയതി പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള LDF പൊതുയോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി നടത്തിയ പ്രസംഗത്തിലെ വാചകങ്ങൾ ഞാൻ വായിക്കാം. ആ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദേശീയപാത സുനിലെ ശരിയല്ലട്ടത്, സുനിലെ. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേൾക്കൂ, ദേശീയപാത 2014 വായിക്കുന്നത് എന്തെങ്കിലും പറയാം. ഇത് ഏത് സർക്കാരിന്റെ കാലത്തെ? 2025 22 മെയ് 22 ഞാൻ പറഞ്ഞു കേട്ടില്ല. അങ്ങ് 2000 ഒന്നുകൂടെ പറ. ചെവി അടച്ചുവെച്ചോണ്ടല്ല, ആദ്യം പറയും 2014 അല്ല, തെറ്റാണ്. ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞില്ല. 2025 മെയ് 22 രണ്ടാം പിണറായി സർക്കാർ പറയണേ. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ ഒരു തരത്തിലുള്ള പങ്കാളിത്തമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാതയുടെ ആ മുതൽ ക്ഷാവരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമോ എന്നാണ് പ്രതീക്ഷ. മാറി നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നിർമ്മാണത്തിലും ദേശീയപാതയിൽ തകർച്ചയുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ അത് സത്യമാണെന്നേ. ഒരു മിനിറ്റ്, എന്താ അതല്ല സത്യം പറയോ? സർക്കാർ എന്താ പറയുന്നത്? അത് ദേശീയപാത പണിയുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. കേരളത്തിലെ സർക്കാർ പറയുന്നത് 45 മീറ്റർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഹൈവേ വന്നത്. ഈ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യാതെ പോയത് അത് തന്നെയാണ്. 45 മീറ്റർ സ്ഥലം. ഞാനൊരു വാക്ക് അങ്ങോട്ട് വായിക്കാം. എന്താ പറയുക? ഒരു മിനിറ്റ്, ഞാൻ സ്മൃതിയുടെ വായിച്ചല്ലോ, ഞാൻ ഇതും കൂടെ വായിച്ചോ. അല്ല, 45 മീറ്റർ ദേശീയപാത കേരളത്തിൽ സാധ്യമല്ല. അങ്ങനെ ആവശ്യപ്പെട്ടാൽ 15 വർഷം കഴിഞ്ഞാലും ദേശീയപാത വികസനം പൂർത്തിയാകില്ല എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാര്യം കൂടെ പറ. അതിനുശേഷം 15 വർഷമായോ? 10 വർഷം കൊണ്ട് ദേശീയപാത പൂർത്തിയായി. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആയിരിക്കണം കേരളം ഭരിക്കേണ്ടത്. അത്രേ പ്രശ്നമുള്ളൂ. ഈ പത്രത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ PRD പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഒറ്റ പ്രശ്നമുള്ളൂ. എന്താ അറിയോ? ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇല്ലാതെ പോയി. ആ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇതെല്ലാം നടപ്പിലാക്കി. അത്രേ ഉള്ളൂ. പിണറായി വിജയന്റെ ഇച്ഛാശക്തി, പിണറായി വിജയന്റെ ഇച്ഛാശക്തി, പിണറായി വിജയന്റെ ഇച്ഛാശക്തിയാണ്. ഈ വാർത്തകളിലെ വസ്തുതയോ വസ്തുതാ വിരുദ്ധതയോ അല്ല ഇന്ന് വലിയ വിഷയമായത്.
PRDക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം മാത്രമാണ് അതെ, ഈ PRD ഈ പറയുന്ന 2 കോടി 13 ലക്ഷം രൂപ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തെലങ്കാന സർക്കാർ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിൽ പറ്റും. ഇത് കേരളത്തിൽ പറ്റും. നിങ്ങൾക്കൊരു നിയമം, ഞങ്ങൾക്കൊരു നിയമം. അല്ല, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഒരു നിയമം. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ ഒരു മിനിറ്റ് ഇവിടെ കോൺഗ്രസ് ഇല്ല, അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഭരിക്കുന്നത്. അതാണ് ചോദിക്കുന്നത്. അല്ല, തെലങ്കാനയിലുള്ള പ്രതിപക്ഷ പാർട്ടി ചോദിക്കുന്നുണ്ടെന്ന്. തെലങ്കാനയിലുള്ള പ്രതിപക്ഷ ഈ ബഹളം വെച്ച സുല്ലടക്കം സമ്മതിച്ചിരിക്കുക. യെസ് എന്ന 3 നോ എന്ന് അല്ല, യെസ് എന്ന് 3 എന്നുള്ളതല്ല. അതെന്താന്ന് മനസ്സിലാക്കണം. യെസ് എന്ന് 3 നോ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ വാർത്ത കൊടുക്കാത്ത ധാർമ്മികത അല്ല, സർക്കാർ കൊടുത്ത PRD കൊടുത്ത പരസ്യത്തിൽ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്രതിപക്ഷത്തിനാണ് ഇതിന്റെ പ്രതിപക്ഷ പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് സാങ്കേതികമായി നടപ്പില്ലാത്തതും ചട്ടവിരുദ്ധവും നിയമലംഘനവുമായ കാര്യങ്ങൾ ചെയ്താൽ ഇമ്പാക്ട് അത് ആരാണെങ്കിലും പറ. അതിന്റെ കൂടെ അതും കൂടെ പറ. അത് ആര് ചെയ്താലും ഒന്നും കൂടെ പറ. പക്ഷേ തെലങ്കാന സർക്കാർ കേരളത്തിലെ ബുദ്ധി കൂടുതലാണ് തന്നെയാണ്. അതാണ് എനിക്ക് നമ്മൾ പ്രചരിപ്പിക്കില്ലേ, ഇത് നാട് വേറെയാണ്, അതുകൊണ്ട് ചോദ്യം ഉണ്ടാകും. തെലങ്കാന സർക്കാർ Meet the editors.